സൺഡേ സ്കൂൾ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസ പ്രഘോഷണം, അതൊരിക്കലും ഒരു തൊഴിലുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യം അല്ല. വിശുദ്ധ കുർബാന അവിശുദ്ധമാണോ? കത്തോലിക്കരുടെ എല്ലാ പള്ളിയിലും ചെന്നാൽ കുർബാനയ്ക്ക് പണമുണ്ട്. അപ്പൊ ഈ അച്ഛന്മാർ സേവനമല്ലേ ചെയ്യുന്നത്? അപ്പൊ ഈ കത്തനാരിമാർ കുർബാന ചൊല്ലിട്ട് കാശ് മേടിക്കുന്നു. ഈ എട്ടും പൊട്ടും തിരിയാത്ത പിള്ളേരോട് വായിട്ടലച്ച് അവരെ വേദപാഠം പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ഗവൺമെന്റ് ആനുകൂല്യം കൊടുക്കാന്ന് പറയുമ്പോൾ അത് പാടില്ല, ഇത് ക്രിസ്തുവിന്റെ സേവനമാണെന്ന് പറയുന്നത് ഇരട്ടത്താപ്പല്ലേ? നമ്മൾ ആരെയും നിർബന്ധിച്ചിട്ടല്ല സൺഡേ സ്കൂൾ അധ്യാപകരായിട്ട് അവർ വരുന്നത്. അവരുടെ ഒരു സ്വയം പ്രേരിതമായ ഒരു വളരെ വോളണ്ടറി ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അവരുടെ ഭാഗത്ത്. ബിഷപ്പ് തറയിൽ പറയാണ് ഇതൊരു സേവനമാണ്, ഇതൊരിക്കലും പണത്തിന് കൊടുക്കാൻ പാടില്ല. അപ്പൊ തോമസ് തറയിൽ ബിഷപ്പ്, താങ്കളുടെ കുർബാനയ്ക്ക് താങ്കൾ ഫീസ് വെച്ചിട്ടില്ലേ? അത് ക്രിസ്തുവിന്റേതല്ലേ? അത് പിശാചിന്റേതാണോ? ക്ഷേമനിധിയുമായിട്ടൊക്കെ ബന്ധപ്പെടുത്തി കഴിയുമ്പോൾ വളരെ പരിപാവനമായ ഒരു ശുശ്രൂഷയിലേക്ക് സ്വാർത്ഥപരമായ താല്പര്യങ്ങൾ കടന്നു വരും. ഏത് പിതാവാണെങ്കിലും 5 മീറ്റർ തുണി കിടക്കുന്നല്ലേ ഉള്ളൂ. കുലംകുത്തി എന്ന് പറയും, കുലംകുത്തി. ഞാൻ പെന്തക്കോസ്തുകാർക്കെതിരാണ്, ആശയപരമായിട്ടാണ്. ബ്രദറൻകാരോട് വിയോജിപ്പുണ്ട്, ഈ പറഞ്ഞ മാത്തോമാക്കാരോട് വിയോജിപ്പുണ്ട്, പലരും വിമർശിക്കാറുണ്ട്. പക്ഷെ അവരൊക്കെ അധ്വാനിക്കുന്നതല്ല, അവരുടെ കുഞ്ഞുങ്ങളെ വേദപാഠം പഠിപ്പിക്കുന്നതിന് ഗവൺമെന്റ്, കാരണം ഈ കുഞ്ഞുങ്ങളെ വേദപാഠം പഠിപ്പിക്കുന്നതിന് സമൂഹം, രാഷ്ട്രം സപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നാളത്തെ പൗരന്മാരാണ് അവർ. ഇന്ന് ധാർമ്മിക മൂല്യങ്ങളും ഒക്കെ പഠിച്ച് ഉത്തമ പൗരന്മാരായിട്ട് വരുന്ന, അല്ലെങ്കിൽ മയക്കുമരുന്ന് അടിമകളായിട്ടും ബൈക്ക് വന്ന് മാറി പിടിക്കുന്നവരായിട്ടും ഒക്കെ മാറാതിരിക്കാൻ അവർക്ക് മതപ്രബോധനവും ധാർമ്മിക മൂല്യങ്ങളും സന്മാർഗിക പാഠങ്ങളും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഈ രാഷ്ട്ര നിർമ്മാണത്തിന് ഒരു ഭാഗം തന്നെയാണ്. അതുകൊണ്ട് ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞത്. പിന്നെ ചിലപ്പോൾ അവരുടെ ഇടയിൽ യൂണിയനുകൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ ഇവരുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലകളിൽ ഫീസ് ഇല്ലാതെ പ്രവേശിപ്പിക്കുന്നുണ്ടോ? കത്തോലിക്കരുടെ ഏതെങ്കിലും ആശുപത്രി സൗജന്യ ചികിത്സയുണ്ടോ? ഞാൻ ചോദിക്കുകയാണ്. ഈ പറഞ്ഞ സത്യസായി ബാബയുടെ ആശുപത്രിയിൽ ചികിത്സയുണ്ട്. തമിഴ്നാട്ടിൽ ഏകദേശം 65ഓളം ആശുപത്രി ഉണ്ട് അങ്ങനെ ഹിന്ദുക്കളുടെ, തമിഴന്മാരുടെ അവർ സൗജന്യമായിട്ട് സേവനം ചെയ്യുന്നത്. അത് സേവനമാണ്. ഇവിടെ ആർക്കെങ്കിലും ഒരു മുറിവെ പോരട്ടാൻ ഒരു പിഞ്ച് ഉപ്പ് ഫ്രീ ആയിട്ട് കൊടുക്കും. ഒരു ഓട്ടോറിക്ഷയിൽ ഒരാൾ ആശുപത്രി കൊണ്ടിരിക്കുക, ഓട്ടോറിക്ഷയുടെ സൈഡിൽ തട്ടി അവന്റെ കാലെന്ന് പറഞ്ഞു സ്വല്പ ഉപ്പ് ഇങ്ങോട്ട് ഇടാൻ പറഞ്ഞു, ഉപ്പ് ഇടാൻ ഇങ്ങോട്ട് കയറി ചീട്ടെടുക്കാൻ പറയും. അപ്പൊ കത്തോലിക്ക സഭ ഇവിടെ സൗജന്യമായിട്ട് മുഴുത്ത ഉണ്ടായ കൊടുക്കുന്നത്. ആർക്കെന്താ കൊടുത്തത്? സായിബാബ കൊടുക്കുന്നുണ്ട്. സത്യസായിബാബ മരിച്ചു പോയില്ലെങ്കിൽ അയാളുടെ കാല് കഴുകി ഇവിടുത്തെ കർദിനാൾമാർ കുടിക്കണം ഓരോ തടം. അതാണ് സേവനം. ഇവന്റെ സേവനമല്ല, ബിസിനസ് ആണ്. അതുകൊണ്ടാണ് സഭ അങ്ങനെ ഒരു നിലപാട് എടുത്തത്. കത്തോലിക്കർക്ക് വേണ്ടെങ്കിൽ വേണ്ട, മറ്റ് ക്രിസ്തീയ വിഭാഗങ്ങൾ ഇവിടെ ഉണരേണ്ട ഒരു ഘട്ടമാണ്. കാരണം വേറെ ഒരൊറ്റ ഒരുത്തം വേണ്ടിയിട്ടില്ല. എന്നാൽ വേറെ ഏതെങ്കിലും സഭയിലെ നേതാക്കന്മാർ കത്തോലിക്കർക്ക് വേണ്ട, ഞങ്ങളുടെ ആളുകൾക്ക് വേണം എന്ന് പറയുന്നുണ്ടോ? അല്ല, എന്റെ ചോദ്യം, ഈ കത്തോലിക്ക സഭ ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് എതിർക്കുന്നത്? എന്തുകൊണ്ടാണ്? പാസ്റ്ററല്ലേ ഇപ്പൊ അതിന്റെ പോയിന്റ് പറഞ്ഞേ, ഇതൊരു വിശുദ്ധമായ സേവനമാണെന്നും. അത് പറയാം, പാസ്റ്ററുടെ പോയിന്റ് അല്ലേ, അതെന്റെ പോയിന്റ് അല്ലല്ലോ. അല്ല, ഞാനത് പറഞ്ഞു. പക്ഷെ എന്റെ ചോദ്യം, അതിന്റെ ഗുണദോഷങ്ങളാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. പാസ്റ്റർ, അത് ആത്മവഞ്ചനാപരമായ ഒരു നിലപാടാണ്. കാരണം വിശുദ്ധ കുർബാന അവിശുദ്ധമാണോ? അതൊരു ആത്മീയ കാര്യമാണോ? വിശുദ്ധ കുർബാന ഒരു ആത്മീയ കാര്യമാണോ? അങ്ങനെ അതിന് കാശ് മേടിക്കുന്നുണ്ടല്ലോ കത്തോലിക്ക സഭ. കത്തോലിക്കയുടെ എല്ലാ പള്ളിയിലും ചെന്നാൽ കുർബാനയ്ക്ക് പണമുണ്ട്, ആഘോഷമായ കുർബാനയ്ക്ക് വേറെ പണമുണ്ട്, പാട്ട് കുർബാനയ്ക്ക് വേറെ പണമുണ്ട്. അപ്പൊ ഈ അച്ഛന്മാര് സേവനമല്ലേ ചെയ്യുന്നത്? അവർക്കത് ഫ്രീ ആയിട്ട് ചൊല്ലിക്കൂടെ? ഈ അന്നാ പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോൽ എന്ന് പറഞ്ഞ് 45 മിനിറ്റ് ചട പറയാന്ന് ഇത് പാടി, അത് സ്ഥിരം ഒരേ കാര്യമാണ് പാടുന്നത്. ആരും ഡൗട്ട് ചോദിക്കത്തില്ല, ആരോടൊന്നും പറയണ്ട, എല്ലാവരും പഞ്ചപുച്ച അടക്കി മൗനമായിട്ട് നിന്ന് പ്രതിവാക്കി ചൊല്ലുന്ന ഈ കുർബാന നടത്തുന്നതിന് എന്തിനാ ഇവര് കാശ് മേടിക്കുന്നേ? ഈ കുർബാന ചൊല്ലിട്ട് കത്തനാരിമാർ കുർബാന ചൊല്ലിട്ട് കാശ് മേടിക്കുന്നു. ഈ എട്ടും പൊട്ടും തിരിയാത്ത പിള്ളേരോട് വായിട്ടലച്ച് അവരെ വേദപാഠം പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ഗവൺമെന്റ് ആനുകൂല്യം കൊടുക്കാന്ന് പറയുമ്പോൾ അത് പാടില്ല, ഇത് ക്രിസ്തുവിന്റെ സേവനമാണെന്ന് പറയുന്നത് ഇത് ഇരട്ടത്താപ്പല്ലേ? ഈ തറയിൽ ബിഷപ്പ് പറയണ്ടേ? ബിഷപ്പ് തറയിൽ പറയാണ് ഇതൊരു സേവനമാണ്, ഇതൊരിക്കലും പണത്തിന് കൊടുക്കാൻ പാടില്ല. അപ്പൊ തോമസ് തറയിൽ ബിഷപ്പ്, താങ്കളുടെ കുർബാനയ്ക്ക് താങ്കൾ ഫീസ് വെച്ചിട്ടില്ലേ? അത് ക്രിസ്തുവിന്റേതല്ലേ? അത് പിശാചിന്റേതാണോ? ന്യായമായ സംശയം. കത്തോലിക്ക സഭ പറയുന്ന ഇതാണ്. കത്തോലിക്ക സഭ ഇതൊരു വിശ്വാസ പരിശീലനമാണ്. ഒരു സമർപ്പിത സ്വഭാവമുള്ള ഒരു ആളുകൾക്കാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. 3, ഇതൊരു സേവനമാണ്, ഇതൊരു തൊഴിലല്ല. അതുകൊണ്ട് തന്നെ യാതൊരുവിധ വേതനമോ പാരിതോഷികമോ സ്വീകരിക്കുന്നതല്ല. സഭയുടെ പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായി പങ്കാളികളാകേണ്ടവർ അല്ലെ ആകുന്നവർ ഇങ്ങനെ ആനുകൂല്യങ്ങൾ പിൻപറ്റാൻ പാടില്ല എന്നാണ് കത്തോലിക്ക സഭ പറയുന്നത്. അതാണ് ഈ കത്തോലിക്കര് ക്രിസ്ത്യാനികളല്ലെന്ന് ഈ യൂറോപ്പിൽ പറയും. യൂറോപ്പിൽ പറയുന്ന പറഞ്ഞാൽ യൂറോപ്പിൽ ആര് പറയും? കത്തോലിക്കർ തന്നെ പറയും. നമ്മൾ ഈ യൂറോപ്പിൽ ഒരു കത്തോലിക്കനുണ്ട്, ആരെയോ ക്രിസ്ത്യൻ വെച്ചാൽ നോ, ഐ എം നോട്ട് എ ക്രിസ്ത്യൻ, അവരൊരിക്കലും ക്രിസ്ത്യാനിയാന്ന് പറയത്തില്ല. ഐ എം എ കാത്തലിക് എന്ന് പറയുന്നത്. അപ്പൊ കാത്തലിക്സ് ക്രിസ്ത്യാനികളിൽ നിന്ന് വ്യത്യസ്തരാണെന്ന് യൂറോപ്പിലും അമേരിക്കയിലും അവർ പറയുന്നുണ്ട്. വി ആർ നോട്ട് ക്രിസ്ത്യൻസ് എന്ന് പറയും. അപ്പൊ ക്രിസ്ത്യാനികളുടെ സൺഡേ സ്കൂളിലെ ആനുകൂല്യം വെക്കുന്നതിന് ഈ തറ തിരുമേനി എന്ത് അഭിപ്രായം പറയുന്നത്? നിങ്ങൾ കത്തോലിക്കനല്ലേ? അപ്പൊ ഇവിടുത്തെ ക്രിസ്തീയ വിഭാഗങ്ങൾ ഇതിനെതിരെ ശക്തമായിട്ട് ഉണരേണ്ടിയിരിക്കുന്നു. ഞങ്ങളെ കേൾക്കുന്ന ക്രിസ്തീയ വിഭാഗങ്ങളിൽപ്പെട്ടവർ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. ഈ കത്തോലിക്ക സഭ കാണിച്ചിരിക്കുന്ന കുതികാൽവെട്ട്, നിങ്ങളോട് കഴിഞ്ഞ നാളുകളിലൊക്കെ അവര് നമുക്ക് ഒരുമിച്ച് നിൽക്കണമെന്നും ഒക്കെ പറഞ്ഞു ഒത്തിരി പെന്തക്കോസ്തുകാരൊക്കെ ഈ കത്തോലിക്ക പിന്നെ അച്ഛന്മാരുടെ ഒക്കെ വാക്ക് കേട്ട് നേരാണെന്ന് ഓർത്തു കത്തോലിക്കര് നമുക്ക് മുസ്ലിങ്ങളെ എതിർക്കണം. ഈ കത്തോലിക്ക സഭയിലെ ഇതേ കമ്മീഷൻ അംഗങ്ങൾ ആരാണ്? ഈ അച്ഛന്മാരും മെത്രാന്മാരും ഒരുമിച്ച് എവിടെ പോയിരിക്കാണ്? പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടി പാലസ്തീൻകാരുടെ വേഷമൊക്കെ ധരിച്ച് പോയിരിക്കുന്ന ചിത്രം കണ്ടു. അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ക്രിസ്ത്യാനികൾക്ക് സർക്കാരിൽ നിന്നൊരു ആനുകൂല്യം കിട്ടുന്ന ഒരു സുവർണ അവസരത്തിൽ അതിനെ തട്ടിക്കളയുകയാണ്. ഞങ്ങൾ ക്രിസ്ത്യാനികളുടെ ഏറ്റവും വലിയ ആളുകൾ ഞങ്ങളാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് വേണ്ട എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നോക്ക്, ഞങ്ങളെ കേട്ടോണ്ടിരിക്കുന്ന പെന്തക്കോസ്ത വിഭാഗത്തിൽപ്പെട്ട ഒരു സൺഡേ സ്കൂൾ അധ്യാപകന് ഈ ഫോം പൂരിപ്പിച്ചു കൊടുത്ത ആനുകൂല്യം കിട്ടും. അപ്പൊ അത് വേണ്ട എന്ന് പറയാണ് ഈ കത്തോലിക്ക ബിഷപ്പുമാർ നിന്നിട്ട്.
കാരണം ഇത് ക്രിസ്തുവിന്റെ സേവനമാണെന്നും ഈ സേവനത്തിന് പണം വാങ്ങാൻ പാടില്ലെന്നും ഇത് മഹത്തായ ഒരു സേവന കർമ്മമാണെന്നും പറയുമ്പോൾ വിശുദ്ധ കുർബാനയ്ക്ക് റേറ്റ് വെച്ചിരിക്കുക. കത്തോലിക്ക പള്ളി ചെല്ലുമ്പോൾ വാതൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ടെന്ന്. വിശുദ്ധ കുർബാന, സാധാരണ കുർബാന 100 രൂപ, ആഘോഷമായ കുർബാന 1000 രൂപ, പാട്ട് കുർബാന 5000 രൂപ, ആഘോഷമായ പാട്ട് കുർബാന 10000 രൂപ എന്നൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ കുർബാനയ്ക്ക് പണം വാങ്ങുന്നവര് അല്ല, ഈ നിലവിൽ ഇങ്ങനെ ബോർഡ് ഉള്ളതാണോ? ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് ഇതിങ്ങനെയുള്ള സംഭവമാണോ? സാജു പാസ്റ്റർ സത്യമായിട്ട് എല്ലാ കത്തോലിക്ക പള്ളിയിലും ബോർഡ് ഉണ്ട്, അല്ല അവരുടെ തല്ലിലേക്ക്. നിങ്ങൾ ഇതുവരെ കത്തോലിക്ക പള്ളിയിലൊന്നും പോയിട്ടില്ലേ? നമ്മള് ഈ 10-15 വർഷമായിട്ട് ഇവിടെ ഈ അടുത്തിടയ്ക്ക് ഞാൻ ഉണ്ടെങ്കിലുള്ളൂ. നേരത്തെ കത്തോലിക്ക പള്ളിയിലൊന്നും ഇല്ല. ഞാൻ ഇഷ്ടം പോലെ കത്തോലിക്ക പള്ളി പോയിട്ടുണ്ട്. എന്നാ പിന്നെ ആളുകൾ കമന്റ് എഴുതട്ടെ, കത്തോലിക്ക പള്ളി കുർബാനയ്ക്ക് പൈസ ഉണ്ടോ ഇല്ലെന്നുള്ളത്. അല്ല, അവിടെ കത്തോലിക്ക പള്ളിയിൽ അങ്ങനെ എഴുതി വെച്ച് ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചത് മാത്രമേ ഉള്ളൂ. അല്ല, ഈ അടുത്തിടയ്ക്ക് ഞാൻ തുടങ്ങിയതായിരിക്കും എന്നാ. കത്തോലിക്ക പള്ളിയിലുണ്ടെന്ന് ഈ സാജു പാസ്റ്റർക്ക് ഒരു കാര്യം അറിയോ? ഈ വിദേശത്ത് പോകുന്ന കത്തോലിക്ക അച്ഛന്മാർ പൈസ ഉണ്ടാക്കുന്നത് അവിടെ കുർബാന സ്വീകരിക്കുക. അതായത് അവിടെ ഒന്നും കുർബാന ഇല്ല ആളില്ല. ഇപ്പൊ ജർമ്മനിയിൽ പോയി അവിടെ കുർബാന ഇല്ല ആളില്ല. അപ്പൊ അവിടെയുള്ള അവർക്ക് വേണ്ടി മരിച്ചു പോയവർക്ക് വേണ്ടി ഒക്കെ കുർബാന ഇല്ലണമെന്ന് വലിയ ആഗ്രഹമാണ് ഈ ജർമ്മനി പോലെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ. അപ്പൊ അവിടെ ചെന്ന് കഴിയുമ്പം അവരുടെ കുർബാന എല്ലാം വേണ്ടി 100 മാർക്ക് ഒക്കെ മേടിക്കുകയാണ്. അപ്പൊ റോഡ്രിക്സ്, ബെനഡിക്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഇത് എഴുതിയെടുക്കും. അവിടുന്ന് യൂറോയിൽ കാശ് മേടിക്കും. കേരളത്തിൽ വന്നിട്ട് ഈ പാമ്പനാറോ രാമക്കമേടോ ഏതെങ്കിലും കുറ്റിക്കാട്ടിലോ ഒറ്റപ്പെട്ടിരിക്കുന്ന അച്ഛന്മാർക്കല്ല ഈ കുർബാന മറച്ചു വെക്കും, വില കുറച്ച്. അത് ഇന്ത്യൻ റേറ്റിൽ കൊടുക്കും. അപ്പൊ അതുകൊണ്ട് ഈ കത്തോലിക്ക അച്ഛന്മാർ എപ്പോഴും കുർബാനയിൽ കണ്ടിട്ടില്ലേ? ഇവന്മാർ ഈ യൂറോപ്പിലുള്ളവരെല്ലാം സ്വർഗത്തിലോട്ട് വിടാൻ വേണ്ടി ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. ഇതെങ്ങനെ വലിയ പണം കൊടുത്ത് അവിടുന്ന് മേടിക്കും, ഇവിടെ കൊണ്ട് ചെറിയ പണത്തിന് ഇവരെ കൊണ്ട് ചൊല്ലിക്കൊണ്ടേയിരിക്കുക. ഇത് മുഴുവൻ പൈസക്കാണ്. അപ്പൊ ഈ വലിയ കാര്യത്തിന് ഇവർ പണം വാങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. കത്തോലിക്ക സഭയുടെ ഏറ്റവും വലിയ ഇംഗമാണത്. ഈ കുർബാന ഇവർ വിൽക്കുകയാണ്. പക്ഷെ അത് ഞാൻ തെറ്റു പറയുന്നില്ല, മേടിച്ചോട്ടെ. പക്ഷെ പാവപ്പെട്ട സൺഡേ സ്കൂൾ അധ്യാപകർക്ക് ഗവൺമെന്റ് പൈസ കൊടുക്കാന്ന് പറഞ്ഞപ്പോ പുളിച്ച ന്യായം തോമസ് തറയിൽ പറയുക. പുളിച്ച ന്യായം, ഇതൊരു സേവനമാണ്. എടോ തോമസ് തറയിൽ, താൻ കുർബാന ഇല്ലെന്ന് സേവനമല്ല, ഇയാൾ അതിനെന്തിനാ കാശ് മേടിക്കുന്നേ? മറുപടി പറയടോ, നാണമില്ലാത്തവനെ. സേവനം കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു, കത്തോലിക്കന്റെ സേവനം. ഞാൻ പറഞ്ഞു ഒരു പിതാവാണ്, ഒരു വലിയ സമൂഹത്തെ. ഏത് പിതാവാണെങ്കിലും 5 മീറ്റർ തുണി ദേഹത്ത് കിടക്കുന്നല്ലേ ഉള്ളൂ. പാസ്റ്ററെ, ഇത് കുലംകുത്തി എന്ന് പറയും, കുലംകുത്തി. ഞാൻ പെന്തക്കോസ്തുകാർക്കെതിരാണ്, ആശയപരമായിട്ടാണ്. ബ്രദറൻകാരോട് വിയോജിപ്പുണ്ട്, ഈ പറഞ്ഞ മാർത്തോമക്കാരോട് വിയോജിപ്പുണ്ട്, പലതും വിമർശിക്കാറുണ്ട്. പക്ഷെ അവരൊക്കെ അധ്വാനിക്കുന്നതല്ല. അവരുടെ കുഞ്ഞുങ്ങളെ വേദപാഠം പഠിപ്പിക്കുന്നതിന് ഗവൺമെന്റ്, കാരണം ഈ കുഞ്ഞുങ്ങളെ വേദപാഠം പഠിപ്പിക്കുന്നതിന് സമൂഹം, രാഷ്ട്രം സപ്പോർട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നാളത്തെ പൗരന്മാരാണ്. അവരിന്ന് ധാർമ്മിക മൂല്യങ്ങളും ഒക്കെ പഠിച്ച് ഉത്തമ പൗരന്മാരായിട്ട് വരുന്ന, അല്ലെങ്കിൽ മയക്കുമരുന്ന് അടിമകളായിട്ടും ബൈക്കെ വന്ന് മാറി പൊട്ടിക്കുന്നവരായിട്ടും ഒക്കെ മാറാതിരിക്കാൻ അവർക്ക് മതപ്രബോധനവും ധാർമ്മിക മൂല്യങ്ങളും സന്മാർഗിക പാഠങ്ങളും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഈ രാഷ്ട്ര നിർമ്മാണത്തിന് ഒരു ഭാഗം തന്നെയാണ്. അതുകൊണ്ടാണ് ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞത്. ആ സപ്പോർട്ട് വേണ്ട എന്ന് പറയുന്നത് എന്ത് തെമ്മാടിത്തരവാ, തോന്നിവാസമാ? ശരിയല്ലേ? അപ്പൊ മറ്റു ക്രൈസ്തവ വിഭാഗങ്ങൾ അതിന് അഭിപ്രായം പറയണ്ടേ? പാസ്റ്റർക്ക് എന്തോ കത്തോലിക്ക സഭയോട് എന്തോ വൈകാരികമായ ഒരു താല്പര്യം കൂടുതലുണ്ട്. അതുകൊണ്ട് പാസ്റ്റർ വെള്ളം പൂശാൻ നോക്കുന്നുണ്ട്. അല്ല, ഞാൻ വെള്ളം പൂശാൻ നോക്കുന്നില്ല. ഒരു കാര്യം എനിക്കറിയാം, കത്തോലിക്ക സഭയിലെ വൈദികന്മാർക്ക് വളരെ തുച്ഛമായ ശമ്പളമുള്ളൂ. അവർക്ക് കഞ്ഞി കുടിക്കാനുള്ളത് മാത്രമേ കിട്ടുന്നുള്ളൂ എന്നുള്ള കന്യാസ്ത്രീമാരെ എനിക്ക് പരിചയമുണ്ട്, വൈദികരെ എനിക്ക് പരിചയമുണ്ട്. എനിക്കത് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്, വളരെ തുച്ഛമായിട്ടുള്ള ഒരു സാമ്പത്തിക ശമ്പളം അവർക്ക് കിട്ടുന്നുള്ളൂ. ഇവിടെ സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കുന്ന കന്യാസ്ത്രീമാരായിട്ടുള്ള ആളുകളുണ്ട്. അവരോട് ചോദിക്കുമ്പോൾ അവർക്ക് വളരെ തുച്ഛമായിട്ടുള്ള അവരുടെ ഉപജീവനം കഴിക്കാനുള്ള ഒരു വരുമാനം കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. കന്യാസ്ത്രീകളുടെ കാര്യം ഞാൻ സമ്മതിക്കുന്നു. കന്യാസ്ത്രീകൾക്ക് ഈ അധ്യാപികകളായിട്ട് ജോലി ചെയ്യുന്ന കന്യാസ്ത്രീകളുണ്ട്. അവർക്ക് ഗവൺമെന്റ് UGC സ്കെയിലിൽ ശമ്പളം മേടിക്കുന്ന പ്രൊഫസർമാരുണ്ട് കന്യാസ്ത്രീകൾ. ആ ശമ്പളം മുഴുവൻ സഭയെ കൊടുക്കണം. ഇവർക്കൊന്നും കിട്ടത്തില്ല. ഇവർക്ക് ആണ്ടി 2 നിക്കറ കൊടുക്കുന്നെന്ന് ഈ സിസ്റ്റർമാർ കഴിഞ്ഞ സഭയിൽ നിന്ന് ചാടി സിസ്റ്റർമാരുടെ ഇന്റർവ്യൂ കേട്ടില്ലേ? അപ്പൊ ഈ സിസ്റ്റർമാരുടെ കാര്യം നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ കട്ട പോകുകയാണ്. പക്ഷെ അച്ഛന്മാർ അങ്ങനെയല്ല. അച്ഛന്മാർ കാറിലും ബൈക്കിലും ഒക്കെ സഞ്ചരിക്കുകയും ഇഷ്ടംപോലെ മൃഗ വിനോദങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന അച്ഛന്മാരുള്ളത്. പിന്നെ താങ്കൾ കണ്ട അച്ഛന്മാര് സന്യസ്ത വിഭാഗങ്ങളിലെ അച്ഛന്മാർ, ഈ അച്ഛന്മാർ 2 എണ്ണം ഉണ്ട്. കത്തോലിക്ക അച്ഛന്മാരെന്ന് പറഞ്ഞാൽ എല്ലാ അച്ഛന്മാരും കത്തോലിക്ക അച്ഛൻ. ഈ ഇടവകയിലെ അച്ഛന്മാരുണ്ട്. ഈ ഇടവകയിലെ അച്ഛന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പൊളവന്മാരാണ്. അവർക്ക് ഇഷ്ടം പോലെ കാശാണ് കിട്ടുന്നത്. വെഞ്ചരിപ്പിന് കാശ് കിട്ടും, ആ കാശ് കൊണ്ട് വ്യഭിചരിക്കാൻ പോകും. ഇത് ഭയങ്കര പണം അവർക്ക്. അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന സന്യസ്ത അച്ഛന്മാർ വേറെയാണ്, മിഷണറി അച്ഛന്മാര്. അവര് കഷ്ടപ്പെടും, നോർത്ത് ഇന്ത്യയിലൊക്കെ കാണുമായിരിക്കും. അതുങ്ങളെയാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. ഇത് വിഷം കൂടിയ ഇനമുണ്ട്. ഈ പറഞ്ഞ മദ്യപിച്ച് പറഞ്ഞു തീരട്ടെ, മദ്യപിച്ച് 5 കാറിനെ ഇടിച്ചു തെറിപ്പിച്ച് ഒരച്ഛൻ പോയ കണ്ടായിരുന്നോ? ഒരു 6 മാസം ഒരു വീഡിയോ ഒക്കെ വന്നായിരുന്നല്ലോ സോഷ്യൽ മീഡിയയിൽ. ആ കേസ് ഒതുക്കി തീർത്തില്ലേ കാരിറ്റാസ് ആശുപത്രിയുടെ ഡയറക്ടർ? എത്ര അച്ഛന്മാരെ മദ്യപിച്ചും പെണ്ണുങ്ങളെ കൊണ്ടും ഒക്കെ കാറയിൽ പൊളയ്ക്കുന്നത്. അപ്പൊ ഇതെല്ലാം ക്രിസ്തുവിന്റെ സേവനമാണോ? അപ്പൊ പാവപ്പെട്ട വേദപാഠ അധ്യാപകർക്ക് ഗവൺമെന്റ് ആനുകൂല്യം കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ ഇവർ ഞങ്ങൾ ക്രിസ്തുവിന്റെ ആളുകളാണെന്നും ഇത് സൗജന്യ സേവനമാണെന്നും ഇത് പരിശുദ്ധ റൂഹ ഇങ്ങനെ പൊരുന്നി വന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുന്നത് തോന്നിവാസമാണ്. മനസ്സിലായോ? കത്തോലിക്കർക്ക് വേണ്ടെങ്കിൽ വേണ്ട, മറ്റ് ക്രിസ്തീയ വിഭാഗങ്ങൾ ഇവിടെ ഉണരേണ്ട ഒരു ഘട്ടമാണ്. കാരണം വേറെ ഒരുത്തം വേണ്ടിയിട്ടില്ല. എന്നാൽ വേറെ ഏതെങ്കിലും സഭയിലെ നേതാക്കന്മാർ കത്തോലിക്കർക്ക് വേണ്ട, ഞങ്ങളുടെ ആളുകൾക്ക് വേണം എന്ന് പറയുന്നുണ്ടോ? പറഞ്ഞാൽ കുറച്ചില്ല.
ഇവര് മറ്റേ മതിലേക്കെളുത്താണ് ഈ വരേണ്യ വിഭാഗമല്ലേ, പള്ളി കാളിയാങ്കൽ പകലോമറ്റം ചങ്കരപുരി അവിടെ നിന്നൊക്കെ വന്നിരിക്കുന്നത്. ഞങ്ങൾക്കൊന്നും ഇത് വേണ്ട, സർക്കാരിന്റെ ആനുകൂല്യം വേണ്ട. അപ്പൊ ഇത് ഉണരേണ്ട സമയമാണ് മറ്റ് ക്രിസ്തീയ വിഭാഗങ്ങൾ. കാരണം ഈ ഒരു ആനുകൂല്യം നമുക്കൊരു ടോക്കൺ ആയിട്ട് കിട്ടിയെങ്കിൽ, ഇപ്പം 50 കോടി രൂപ 50 കോടി രൂപ ചെലവുള്ള ഒരു പാലമാണ് വെക്കുക. ഈ പാലം പണിയണം എന്ന് പറഞ്ഞ് നമ്മൾ അപേക്ഷ കൊടുത്താൽ ചിലപ്പോൾ ബജറ്റിൽ 2 ലക്ഷം രൂപ ആയിരിക്കും വകയിരുത്തുന്നത്. ഈ 50 കോടിയുടെ പാലത്തിന് 2 ലക്ഷം വകയിരുത്തി എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ആ ലിസ്റ്റിൽ കയറി പറ്റുക എന്നുള്ള അത് പിന്നെ നമുക്ക് അടുത്ത ബജറ്റ് വർദ്ധിപ്പിക്കാം, അല്ലെങ്കിൽ ഇടക്കാല ഉത്തരവ് ഇറക്കാൻ പറ്റും. ഈ പട്ടികയിൽ കയറി പറ്റുക എന്നുള്ള. അപ്പൊ ഇവിടെ ഗവൺമെന്റ് കൊടുക്കുന്ന ആനുകൂല്യങ്ങളുടെ പട്ടികയിൽ ഇപ്പൊ ജയിലിൽ കിടക്കുന്നവർക്ക് 65 രൂപ ശമ്പളം ഉണ്ടായിരുന്നു, ഇപ്പൊ 650 രൂപയാക്കി. ഈ നമുക്കൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ക്രിസ്ത്യൻ സൺഡേ സ്കൂളിലെ അധ്യാപകർക്ക് ഗവൺമെന്റ് ആനുകൂല്യം, അല്ലെങ്കിൽ മാസം ഒരു സ്റ്റൈഫൻഡ്, അല്ലെങ്കിൽ ക്ഷേമനിധി പെൻഷൻ, ഇതൊന്ന് കടലാസിൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യാൻ പറ്റും? അത് അവർ അപ്ഗ്രേഡ് ചെയ്യുകയും ചെയ്യും, അത് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. ഈ സുവർണ അവസരത്തെയാണ് ആര് തട്ടിത്തെറിപ്പിക്കുന്നത്? ഈ കത്തോലിക്ക സഭ തട്ടിത്തെറിപ്പിക്കുന്നത്. ഞാൻ ഓരോരുത്തർക്കും ഓരോ അനുഭവമുള്ള. ഞാൻ ബാംഗ്ലൂരിലെ തന്നെ ഏറ്റവും വലിയ പള്ളിയിൽ പോയി, കത്തോലിക്ക പള്ളിയിൽ, ഈ അടുത്ത നാളുകളിൽ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവിടുത്തെ അച്ഛൻ, ഏത് സഭയൊന്നും പറയുന്നില്ല, കാരണം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ അച്ഛൻ ഒരു പാക്കറ്റ് മിച്ചറും ഒക്കെ ആയിട്ട് അവിടെ ഇരിക്കുക. ഞാൻ അകത്ത് കയറി ചെന്നു. ഞാൻ റെക്കമെൻഡിൽ പോയതാണ്, അല്ലെങ്കിൽ നമ്മളൊന്നും അവരുടെ അകത്തോട് കയറ്റിയില്ല. ഞാനവിടെ ഒരു വേറെ അച്ഛൻ്റെ റെക്കമെൻഡ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഒരു ഗ്ലാസ് കട്ടൻ ചായയും കുറച്ച് മിച്ചറും തന്നു. ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞാൽ എനിക്ക് ഇന്റർവ്യൂ ഒന്നും തന്നില്ല. പറഞ്ഞു ഞങ്ങൾ ഇന്റർവ്യൂ ഒന്നും കൊടുക്കാറില്ല, ഞങ്ങൾ പുറത്തറിയാതെ ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്ന ആളുകളാണ്. ഞാൻ ചോദിച്ചു അച്ഛൻ എന്തൊക്കെയാ കഴിക്കുന്നത് ചോദിച്ചപ്പോൾ അച്ഛൻ രാവിലെ 2 ദോശ, ഉച്ചയ്ക്ക് ആഹാരം കഴിക്കുന്നില്ല, വൈകുന്നേരം കഞ്ഞി. അപ്പം ഞാൻ ചോദിച്ചു അതെന്നാ ചോദിച്ചപ്പോൾ അത് ഞങ്ങളുടെ വ്രതത്തിന്റെ ഭാഗമാണ്, ഞങ്ങൾ വളരെ ലളിതമായി ആഹാരം കഴിക്കുന്നവരാണ്, ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാറില്ല, വൈകുന്നേരം ഇച്ചിരി കഞ്ഞിയും ചമ്മന്തിയാണ് കഴിക്കുന്നത്. അപ്പൊ അതുപോലെ ലളിത ജീവിതം നയിക്കുന്നവരാണ് ഞങ്ങളെന്ന് എന്നോട് പറഞ്ഞതും ഞാനത് കേട്ടതുമാണ്. പക്ഷെ പള്ളി കണ്ടു കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപ വിലയുള്ള പള്ളിയാണ്, ബാംഗ്ലൂർ ഏറ്റവും വലിയ പള്ളിയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ വൈറലായ ഒരു വീഡിയോ ഓർക്കുന്നുണ്ടോ? നമ്മുടെ ബിഷപ്പ് യുഹാനൻ അത്താനേഷ്യസിന്റെ മുൻ KP വന്നാന്റെ ഒരു വീഡിയോ ഉണ്ട്. എന്റെ കുഞ്ഞെ ഇച്ചിരി കഞ്ഞി ഇച്ചിരി ചമ്മന്തി, ഓർക്കുന്നുണ്ടോ വീഡിയോ? മറുനാടൻ ഷാജനൊക്കെ അതെടുത്തിട്ട് ഇങ്ങനെ ഇച്ചിരി കഞ്ഞി ഇച്ചിരി, അത് കുഴപ്പമില്ല. അതിപ്പം അല്പം കഞ്ഞി ചമ്മന്തി ഒക്കെ കഴിച്ചാൽ വയറിന് സുഖമുണ്ട്, സുഖമായിട്ട് കിടന്നുറങ്ങാം, അതൊന്നും കുഴപ്പമൊന്നുമില്ല. അതിന് നമുക്ക് എതിർപ്പില്ലല്ലോ. കഞ്ഞി ചമ്മന്തി കുടിച്ചിട്ട് കിടക്കട്ടെ, നല്ലപോലെ കിടന്നുറങ്ങാമല്ലോ. ഇപ്പൊ നമ്മളെ കേട്ടോണ്ടിരിക്കുന്നവരും ഭൂരിപക്ഷ ആളുകളും കഞ്ഞിയും ചമ്മന്തിയൊക്കെ കഴിക്കുന്നവരായിരിക്കും. ഇന്നിപ്പോ പൈസ ഉള്ളവരും കഞ്ഞിയും ചമ്മന്തിയൊക്കെയാണ് സാജു കഴിക്കുന്നത്, അല്ലാതെ എല്ലാ ദിവസവും ബിരിയാണിയും നെയ്ച്ചോറും പത്തിരിയും തിന്നൊന്നുമല്ല. അത് കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ ചോദ്യം, ഈ കത്തോലിക്ക സഭ ഇതിനെ എതിർക്കുന്നതിന്റെ കാരണം നമ്മൾ പറഞ്ഞല്ലോ. പക്ഷെ കാരണം പറഞ്ഞില്ല. പറഞ്ഞു. അല്ല, കത്തോലിക്ക സഭ ഇതിനെ എതിർക്കുന്നതിന്റെ കാരണം, കത്തോലിക്ക സഭ എന്ന് പറഞ്ഞാൽ അത് വൈദികരാണ്. ഇതാണ് ഇവരെ എതിർക്കുന്നതിന്റെ മെയിൻ കാരണം. കത്തോലിക്ക സഭ എന്ന് പറഞ്ഞാൽ അത് ആരാണ്? പുരോഹിതന്മാരാണ്. പുരോഹിതന്മാരുടേതാണ് സഭ. ഗവൺമെന്റ് കത്തോലിക്ക പുരോഹിതന്മാർക്ക് ഒരു മാസം 10,000 രൂപ വെച്ച് കൊടുക്കാമെന്ന് പിണറായി വിജയൻ പറഞ്ഞിരുന്നെങ്കിൽ ഇവർ സ്വാഗതം ചെയ്തത്. ഇത് അൽമായരാണ്, വേദപാഠ അധ്യാപകര്. ഇപ്പൊ സഭയെ പ്രതിനിധാനം ചെയ്ത് സർക്കാരിൽ അൽമായന് ഒരു ആനുകൂല്യം കിട്ടുന്നു എന്ന് പറയുന്നത് ഈ വൈദിക മേലാളന്മാർക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതാണ് കാരണം. കത്തോലിക്ക അച്ഛന്മാർക്ക് കാശ് കൊടുക്കാന്ന് പറയട്ടെ, അവർ പറയും വെരി ഗുഡ്, ഇത് പണ്ടേ തരേണ്ടതായിരുന്നു, മുൻകാല പ്രാബല്യം ഉണ്ടോ എന്ന് ചോദിക്കും. അതായത് ഇന്ന് തൊട്ടാണ് അതോ പണ്ടത്തെ കൂടെ എണ്ണി തരുമോ? അതാണ് ഇവര്. അപ്പൊ അതുകൊണ്ട് അൽമായരെ ഒതുക്കാൻ വേണ്ടിയുള്ള, അൽമായർ ഒരിക്കലും ഉയരരുത്, അൽമായരുടെ ശബ്ദം പൊങ്ങരുത്, അൽമായരൊന്നുമല്ല, അവർ അടിമകൾ മാത്രമാണ്, ആജ്ഞാനുവർത്തികൾ മാത്രമാണ് എന്നതാണ് കത്തോലിക്ക സഭയുടെ നിലപാട്. കത്തോലിക്ക സഭ എന്ന് പറഞ്ഞാൽ ആരാണ്? പോപ്പാണ്, പിന്നെ ബാക്കി ബിഷപ്പുമാരും വൈദികരുമാണ്. അതുകൊണ്ട് അവിടെ അൽമായർ അവിടെ വേദപാഠം പഠിപ്പിക്കുന്നുണ്ടെന്ന് സർക്കാർ പറയുമ്പോൾ അതൊക്കെ സേവനമല്ലേ, അതൊന്നും അവർക്കൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, അത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒക്കെ ഫ്രീ ആയിട്ട് ചെയ്ത് വെക്കുള്ളൂ. മനസ്സിലായ അതിന്റെ നയം എന്താണെന്ന്? എന്ത് മോശമായ ഒരു കാര്യം അവർ പറയുന്നത്. അപ്പൊ അവരുടെ സേവനത്തെ ഇവരൊരു പരിഗണിക്കുന്നില്ല, അതൊന്നും ഒരു സേവനമല്ല. പക്ഷെ കുർബാന ഞങ്ങൾ ചൊല്ലുന്നത് അതിന് കാശ് തരണം, അത് ഫ്രീ ആയിട്ടൊന്നും പറ്റൂല, അത് ക്രിസ്തുവിന്റെ അല്ലേന്ന് വെച്ചാൽ അത് അല്ല, ചെയ്താൻ്റെതാണല്ലോ അവർ ചൊല്ലുന്നത്. അല്ല, ഒരു പക്ഷേ അവരങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോന്ന് പോലും എനിക്ക് സംശയമുണ്ട്. പാസ്റ്റർ അതിപ്പം പറയുമ്പോൾ ഞാൻ കേൾക്കുന്നെങ്കിലും അങ്ങനെ അവർ ചിന്തിച്ചിട്ടുണ്ടോന്ന് പോലും എനിക്ക് സംശയമുണ്ട്. കാരണം കത്തോലിക്ക സഭ എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെന്ന ഏറ്റവും താഴെ കിടക്കുന്ന ആളുകളെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ടാണ് ഞാൻ ഇതിനെ മനസ്സിലാക്കിയുള്ളത്. അപ്പം ചുമ്മാ നിങ്ങൾക്ക് തോന്നുന്നതാണ്. ഈ കത്തോലിക്ക സഭ എന്താണ് സഹോദരൻ ചെയ്യുന്നത്? കേരളത്തിലെ കുടുംബങ്ങളിൽ നിന്നൊക്കെ, പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നൊക്കെ പുരോഹിതരെ, പിന്നെ കന്യാസ്ത്രീകളാകാൻ വേണ്ടി പെൺകുട്ടികളെ ആൺകുട്ടികളെ ഇവർ റിക്രൂട്ട് ചെയ്യും. ഈ 10ാം ക്ലാസ്സിൽ വെച്ചാണ് ഈ വിളി വരുന്നത്. ഈ ദൈവവിളിയുടെ ക്യാമ്പ് നടത്തും. അപ്പൊ ഈ ദൈവവിളിയുടെ ക്യാമ്പ് എന്ന് പറഞ്ഞ് ഇവർ ഈ ബ്രൈമാഷ് ചെയ്യും. 15 വയസ്സൊക്കെ ഉള്ള പിള്ളേരെ ഈ ക്യാമ്പിന് വിടും. അവർ കുറെ ത്യാഗത്തിന്റെ കഥകളും സ്വർഗത്തിൽ കിട്ടാൻ പോകുന്ന മുസ്ലിങ്ങൾ കൂറിയുടെ കാര്യം പറയുന്നത്, ഇവർ കൂറിയില്ലെങ്കിലും അതിന് തല്ലുമായിട്ടുള്ളതൊക്കെ പറഞ്ഞ് ഇവരെ ബ്രൈമാഷ് ചെയ്ത് ഈ ദൈവവിളി ക്യാമ്പിൽ കൂടെ ഇവരെ ക്യാൻവാസ് ചെയ്തിട്ട് ബ്രൈമാഷ് ചെയ്ത്
പരിശീലനം കൊടുത്ത് ഇവരെ അവിടെ ഇവിടെ റിമോട്ട് സ്ഥലങ്ങളിലോട്ടൊക്കെ വിടും. നോർത്ത് ഇന്ത്യയിലൊക്കെ ഇവര് കത്തോലിക്ക സഭയ്ക്ക് ഇപ്പൊ ഇന്ത്യയില് BJPയുടെ നേതാക്കന്മാര്, ഇന്ത്യ ഭരിക്കുന്നവര്, അല്ലെങ്കിൽ ഡൽഹിയിലൊക്കെ ചെല്ല് അവിടുത്തെ ഇടനാഴികളിലൊക്കെ ഇരിക്കുന്ന സെക്രട്ടറിമാർ, ഇവരിലൊക്കെ 90% പേരും ഏതെങ്കിലും കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചിട്ടുള്ളവരാ. അപ്പൊ ഇവർ ചെയ്യുന്ന എന്താണ്? ഉന്നതരായ ധനികരായ ഉത്തരേന്ത്യൻ ഗോസായിമാരുടെ മക്കൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊടുക്കാൻ കേരളത്തിലെ ക്രിസ്തീയ യുവാക്കളുടെയും യുവതികളുടെയും സ്വപ്നങ്ങളെ തല്ലിക്കെടുത്തുക. അവർക്ക് കുടുംബജീവിതമില്ല, അവർക്ക് നിറപ്പകിട്ടുള്ള സ്വപ്നങ്ങളില്ല. അവരുടെ സ്വപ്നങ്ങളിൽ കരിനിഴൽ വീഴ്ത്തിയിട്ട് ഉത്തരേന്ത്യൻ ഗോസായിമാർക്ക് മെച്ചപ്പെട്ട ചികിത്സ കൊടുക്കുക, അവന്റെ പുഴു പിടിച്ച വ്രണം കഴിക്കുക, അവരുടെ വൃദ്ധരെ തഴുകുക, തലോടുക. ഇതല്ലാതെ അടിസ്ഥാനപരമായി നോർത്ത് ഇന്ത്യ കിടക്കുന്ന നിരക്ഷര കുട്ടികളായ ആളുകൾക്ക് സൗജന്യ വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ടോ? ഇവരുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലകളിൽ ഫീസ് ഇല്ലാതെ ഇവർ പ്രവേശിപ്പിക്കുന്നുണ്ടോ? കത്തോലിക്കരുടെ ഏതെങ്കിലും ആശുപത്രി സൗജന്യ ചികിത്സയുണ്ടോ? ഞാൻ ചോദിക്കുകയാണ്. ഈ പറഞ്ഞ സത്യസായി ബാബയുടെ ആശുപത്രിയിൽ ചികിത്സയുണ്ട്. എനിക്ക് നേരിട്ട് ഒരു 10 പേരെ അറിയാം. ഞാൻ കല്യാണം കഴിച്ച സമയത്ത് എന്റെ വൈഫിന്റെ വീടിന്റെ അടുത്ത് ഒരു പെങ്കൊച്ചുണ്ടായിരുന്നു, ഹാർട്ടിന് ദ്വാരം ഉണ്ടായിരുന്നു. അപ്പൊ അതിനുങ്ങളെ കൊണ്ട് അവര് സത്യസായി ബാബയുടെ ആശുപത്രിയിൽ പോയി അവര് സർജറി ചെയ്തു, മെഡിസിൻ കൊടുത്തു. അതുകൂടാതെ ഇവിടുന്ന് 3 പേരെ പോയെ. ഈ 3 പേർക്കുള്ള വണ്ടിക്കൂലി, തിരിച്ചുള്ള വണ്ടിക്കൂലി, അങ്ങോട്ട് ചെന്ന വണ്ടിക്കൂലിയും കൂടെ അവർ കൊടുത്തു. ഫുള്ള് ഫ്രീ ആയിരുന്നു മാത്രമല്ല, അവർക്ക് വണ്ടിക്കൂലിയും കൊടുത്തു, അവിടെ താമസവും കൊടുത്തു, ഭക്ഷണവും കൊടുത്തു. അത് സേവനമാണ് സത്യസായി ബാബ ചെയ്യുന്നത്. തമിഴ്നാട്ടിൽ ഏകദേശം 65ഓളം ആശുപത്രി ഉണ്ട് അങ്ങനെ ഹിന്ദുക്കളുടേത്, തമിഴന്മാരുടെ അവര് സൗജന്യമായിട്ട് സേവനം ചെയ്യുന്നത്. അത് സേവനമാണ്. ഈ പറഞ്ഞ കത്തോലിക്കരുടെ ഇപ്പം മാസ് ലീവ ആശുപത്രി, അല്ലെങ്കിൽ കാരിത്താസ് ആശുപത്രി, അല്ലെങ്കിൽ മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ രാജഗിരി ആശുപത്രി, ഇതെല്ലാം കത്തോലിക്ക സഭയുടെ ആശുപത്രിയാ. ഇവിടെ ആർക്കെങ്കിലും ഒരു മുറിവെ പുരട്ടാൻ ഒരു പിഞ്ച് ഉപ്പ് ഫ്രീ ആയിട്ട് കൊടുക്കും. കാല് മുറിഞ്ഞു, എന്റെ ഇതെല്ലാം ഉപ്പ് ഇഞ്ഞിട്ടിട്ട് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഒരു ഓട്ടോറിക്ഷയിൽ ഒരാൾ ആശുപത്രി കൊണ്ടിറക്കി, ആ ഓട്ടോറിക്ഷയുടെ സൈഡിൽ തട്ടി എന്റെ കാലെന്ന് മുറിഞ്ഞു, സ്വല്പം ഉപ്പ് ഇഞ്ഞോട്ട് ഇടാന്ന് പറഞ്ഞാൽ ഉപ്പൊക്കെ ഇടാം, ഇങ്ങോട്ട് കയറി ഒരു ചീട്ടെടുക്കാൻ പറയും. അപ്പൊ കത്തോലിക്ക സഭ ഇവിടെ സൗജന്യമായിട്ട് മുഴുത്ത ഉണ്ടായാ കൊടുക്കുന്നത്. ആർക്കെന്താ കൊടുത്തേ? സായിബാബ കൊടുക്കുന്നുണ്ട്. സത്യസായിബാബ മരിച്ചുപോയി, ഇല്ലെങ്കിൽ അയാളുടെ കാല് കഴുകി ഇവിടുത്തെ കർദിനാൾമാർ കുടിക്കണം ഓരോ തടം. അതാണ് സേവനം. ഇവന്റെ സേവനമല്ല, ബിസിനസ്സാണ്. എവിടെയാണെന്ന് ഏത് ഉന്നത മേഖല, വിദ്യാഭ്യാസ മേഖലയുള്ള കത്തോലിക്കരുടെ എന്നാ പാവങ്ങൾ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ടോ? പാസ്റ്റർ ഇത് കണ്ണടച്ചിരുട്ടാക്കരുത്, അത് ശരിയല്ല. ഇതൊരു വലിയ ബിസിനസ് സ്ഥാപനമാണ്. കത്തോലിക്ക സഭ ലോകത്തെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് ആണ്. അതിന്റെ 7 താഴെ തട്ടിൽ ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്ന ഈ വേദപാഠ അധ്യാപകർക്ക് ഗവൺമെന്റ് ശമ്പളം കൊടുക്കാന്ന് പറയുമ്പോൾ അതിനെ കൂടെ തടയുകയാണ്. കത്തോലിക്ക സഭ ലോകത്തിലെ ഏറ്റവും വലിയ തടങ്കൽ പാളയമാണ്, അടിമപ്പാളയമാണ്. അവിടെ അടിമകളായിട്ട് കിടക്കുകയാണ്. അപ്പൊ ഗവൺമെന്റ് അവർക്ക് ഒരു ആനുകൂല്യം കൊടുക്കാന്ന് പറയുമ്പോൾ അത് വേണ്ടെന്ന് പറയുന്നത് മറ്റ് ക്രിസ്തീയ വിഭാഗങ്ങളിൽ പെട്ടവർക്കൂടെ സർക്കാരിൽ നിന്ന് ന്യായമായിട്ട് കിട്ടേണ്ട ആനുകൂല്യത്തെ എന്ത് ചെയ്യാണ്? തടയുകയാണ്. അതുകൊണ്ട് ഇതര ക്രിസ്തീയ വിഭാഗങ്ങൾ ഉണരണം. കത്തോലിക്കർക്ക് വേണ്ട പോടാ, ഞങ്ങൾക്ക് വേണമെന്ന് പറയണം. ശരി. അല്ല, എനിക്ക് മറുപടി ഇല്ല എന്നല്ല, എനിക്ക് എല്ലാത്തിനും ഇതിനൊക്കെ മറുപടി ഉണ്ട്. ഞാൻ ഈ നോർത്ത് ഇന്ത്യയിൽ താമസിക്കുന്ന ആളാണ്. ഞാൻ 2 വ്യത്യസ്ത കാര്യങ്ങൾ പറയാം. ഒന്ന്, ഇവിടെ തൊട്ടടുത്ത ഒരു സ്കൂളുണ്ട്, സെന്റ് ജോൺസ് സ്കൂള്. ഈ അടുത്ത ഭാഗത്ത് ഏറ്റവും വലിയ കൂടുതൽ ഫീസുള്ള ഒരു സ്കൂളാണ്. 1 രൂപ പോലും വിടുകയില്ല, അത് മറ്റൊരു കാര്യം. പക്ഷെ ഞാൻ ഒരിക്കൽ അവരോട് ചോദിച്ചു, നമ്മൾ ക്രിസ്ത്യാനികളാണ്, ഇത്രയും ഹൈ ഫീസിൽ എന്തിനു പഠിപ്പിക്കുന്നു? ഒരു കുട്ടിക്ക് പോലും ഒരു ആനുകൂല്യം കൊടുക്കുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, തൊട്ടപ്പുറത്ത് വേറൊരു സ്ഥലമുണ്ട്, അവിടെ ഞങ്ങള് ഫ്രീ ആയിട്ട് ഒരു സ്കൂൾ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞു, അവിടെ ഫീസ് മേടിക്കുന്നില്ലെന്ന് പറഞ്ഞു. അപ്പൊ പണമുള്ളവരുടെ കയ്യിൽ നിന്ന് പണം മേടിച്ച് പണമില്ലാത്ത കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. അതിനെന്തെങ്കിലും പറയാനുണ്ടോ? അതിന് പറയുന്നുണ്ട്. ഇവരെ വഴി ഫ്രീ ആയിട്ട് കുർബാന ഇടുന്നുണ്ടോ? കുർബാനയ്ക്ക് കാശ് മേടിക്കുന്നില്ലേ? മെച്ചപ്പെട്ട സ്കൂളുകളിലൊക്കെ പൈസ മേടിക്കുന്നുണ്ട്. പിന്നെ ഇവര് സൗജന്യമായിട്ടുള്ളതൊക്കെ ആ നിലവാരമേ കാണത്തുള്ളൂ. ആ നിലവാരത്തിൽ കൊടുക്കുകയാണ്. നമ്മളിപ്പോ കല്യാണ സദ്യ നടത്തുകയാണ്, കല്യാണത്തിന് ആളുകളെ വിളിക്കുക, അതിഥികളൊക്കെ വരികയാണ്. അതിഥികളൊക്കെ വന്ന് കഴിച്ചു പോയി കഴിയുമ്പോൾ പുറവരെന്ന് പറയും പഴയ കാലത്ത്. ഇപ്പൊ എന്നാ പറയുന്ന അറിയത്തില്ല. അവർക്ക് ഈ വേസ്റ്റ് പോലെയൊക്കെ അവസാനം കുറച്ചൊക്കെ ഫ്രീ ആയിട്ടൊക്കെ ഫുഡ് കൊടുക്കും. മുഖ്യസദ്യയിൽ ഇരുത്തുവോ? മുഖ്യസദ്യയിൽ ഇരുത്തുകയല്ല. അപ്പൊ യേശുക്രിസ്തു പറഞ്ഞ എന്നാ, നീ ഒരു വിരുന്ന് നടത്തുമ്പോ നിന്നെ തിരിച്ചു വിളിക്കാൻ കെൽപ്പില്ലാത്ത പാവങ്ങളെ വിളിക്കണം, എന്നിട്ട് അവരെ ഇരുത്തിയിട്ട് അവർക്ക് നീ കൊടുക്കണം. ഇത് ഏതെങ്കിലും ക്രിസ്ത്യാനി ചെയ്യുന്നുണ്ടോ? യേശുക്രിസ്തുവിന്റെ എക്സ്പ്ലിസിറ്റ് കമാൻഡ്മെന്റ് ആണ്. എന്നെ കേൾക്കുക, യേശുക്രിസ്തുവിന്റെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് യേശുക്രിസ്തു ഇലയും കത്രികയും പോലെ പറഞ്ഞിരിക്കുന്ന കൽപ്പന, നീ വിരുന്ന് നടത്തുമ്പോ ആരെ വിളിക്കണം? തിരിച്ച് നിന്നെ വിളിച്ച് അതുപോലൊരു വിരുന്ന് തരാൻ കെൽപ്പില്ലാത്തവനെ വിളിക്കണം. ഒന്നും ലീഗൽ സ്റ്റാറ്റസ് ഉള്ളവനെ വിളിക്കുന്നത്. ബെൻസിൽ താഴെ കാറുള്ളവനെ വിളിക്കുകയല്ല. കാരണം നമ്മുടെ കല്യാണം നടക്കും, അവിടെ ഒന്നും നല്ല കൂടിയ ലക്ഷറി കാറുകൾ കിടക്കണം. അപ്പം അവന്റെ വീട്ടിൽ ഏത് കാറാ? ടൊയോട്ടയാണ്, വിളിക്കണ്ട. അപ്പം ടൊയോട്ട ഒന്നും പോരാ. അപ്പൊ കൂടിയ വണ്ടികളുള്ളവരെ, കണ്ടാ കൊള്ളാവുന്നവരെ, സൗന്ദര്യമുള്ളവരെ ഒക്കെ വിളിച്ചിട്ട് വീഡിയോ എടുക്കുക. ഇതാണ് ക്രിസ്ത്യാനികൾ ചെയ്യുന്നത്. കത്തോലിക്കർ ചെയ്യുന്നതല്ല, എല്ലാ ക്രിസ്ത്യാനികളും ചെയ്യുന്നു. പെന്തക്കോസുകാരും ചെയ്യുന്നതാണ്. എന്നാൽ പെന്തക്കോസുകാരെങ്കിലും അവർ വേദോസ് അനുസരിച്ചാണ് പാവങ്ങളെ വിളിക്കുമോ അവന്റെ കല്യാണത്തിന്? പക്ഷെ പാവങ്ങൾക്ക് കൊടുക്കും. കല്യാണം കഴിയുമ്പോൾ അനാഥാലയത്തിലോട്ട് 2 വട്ട ചോറ്, 1 വട്ട ബിരിയാണി. അതുപോലെ ഇവർ വലിയ സ്കൂൾ പറഞ്ഞു തരട്ടെ, ഇവർ വലിയ സ്കൂൾ സെന്റ് ജോൺസ് സ്കൂൾ അവിടെ നടത്തിയിട്ട്
സാജു പാസ് പോലും കേട്ടിട്ടില്ലാണ്ട് അവിടെ ചേരിയിൽ ഞങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഈ സെന്റ് ജോൺസിൽ ഒരു കൊച്ചിനെ 10 പാവപ്പെട്ട പിള്ളേരെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കൂ? ഇവര് ക്രിസ്തുവിൽ നിന്ന് അകലെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞേ, ഇന്ത്യയിൽ യേശു ക്രിസ്തുവിന്റെ ഒരു അനുയായി ഉണ്ടെങ്കിൽ അത് സത്യസായി ബാബേ ഉള്ളൂ. നിങ്ങൾ നോക്ക്, അങ്ങനെ അവിടെ ഫ്രീ ആയിട്ടല്ലേ കൊടുക്കുന്നത്. അല്ല, ഇപ്പൊ പെന്തക്കോസുകാരുടെ കാര്യം പറഞ്ഞപ്പോ ഞാൻ ഒരു കാര്യം എടുത്തു പറയാൻ വേണ്ടി വന്നതാ. അതാ പാസ്റ്റർ എന്നാണ് ഇപ്പൊ ലുക്ക് നോക്കിയാണ് പാസ്റ്റർമാരെ പോലും തീരുമാനിക്കുന്നതെന്നും കൂടെ ഒന്ന് പബ്ലിക്ക് ഒന്ന് അറിയാൻ വേണ്ടി ഞാൻ പറയാം കേട്ടോ. ഞാനത് പറയുന്നത് ശരിയല്ലെങ്കിലും പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറയാം. അത് പറയുമ്പം ഈ പുതിയ പാസ്റ്റേഴ്സിനെയൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ ചില ഇടങ്ങളിൽ നിന്നൊക്കെ പറയാറുണ്ട്, ഇച്ചിരി പേഴ്സണാലിറ്റി ഒക്കെ ഉള്ള ആളുകളെയാണ് നമ്മൾ നോക്കേണ്ടത് കേട്ടോ എന്ന് പറയുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അത് ആര് പറഞ്ഞു ആരോട് പറഞ്ഞു ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അങ്ങനെയുള്ള ചർച്ചാ വിഷയങ്ങൾ ഇപ്പൊ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു മാത്രമേ. അങ്ങനെയല്ലേ ഞാനൊക്കെ ഔട്ടായി പോയി പെന്തക്കോസ്തിൽ നിന്ന്. അത് പോട്ടെ, നമ്മൾ കാര്യം ഇത് കത്തോലിക്ക സഭ ക്രിസ്ത്യാനികളെ കാലുവാരി. അല്ല, അത് ഞാനേ ആ വിഷയത്തിൽ പൂർണ്ണമായിട്ട് ആ എഗ്രി ഞാൻ ചെയ്യില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ നമ്മൾ പറയല്ലേ ഐ ആം സോ ഇംപ്രസ്ഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു ഭാഗം പറയല്ലേ എന്ന് പറഞ്ഞാലേ, കത്തോലിക്ക സഭയുടെ പ്രവർത്തനങ്ങളിലും പ്രഭാവത്തിലും ഞാൻ വലിയൊരു ഇംപ്രസ് ചെയ്ത ഒരു വ്യക്തിയാണ്. അപ്പൊ ചോദിക്കും കത്തോലിക്ക സഭയിലേക്ക് എത്താൻ പോകാത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ എനിക്ക് വലിയ താല്പര്യമുള്ള ഒരു സഭയാണ്. കാരണം അവരുടെ സേവന മനോഭാവം. ഇപ്പൊ പാസ്റ്റർ പറഞ്ഞല്ലോ കന്യാസ്ത്രീമാരുടെ കാര്യം, പാവപ്പെട്ട വീട്ടിൽ നിന്ന്. പക്ഷേ ഇവരൊക്കെ ഡെഡിക്കേറ്റഡ് ആയിട്ട് സേവനം ചെയ്യുന്നവരാണ്. രണ്ടാമത്തെ ഒരു കാര്യം പാസ്റ്റർ പറഞ്ഞത് ഞാൻ യോജിക്കാത്തത്, ഈ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാൻ അതങ്ങനെ ചിന്തിക്കുന്നവർക്കേ ഉള്ളൂ. കല്യാണം കഴിച്ചാൽ വലിയ സുഖമാണ്, പിന്നെ മറ്റു പല ബന്ധങ്ങൾ, അതായത് കുടുംബജീവിതമുണ്ട്, കുട്ടികളുണ്ട്, ഇതൊക്കെയാണ് ഏറ്റവും വലുതെന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് അത് വലുതായിരിക്കും. പക്ഷെ അതല്ല, സേവനമാണ് നല്ലത് എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് അത് നല്ലതാ. ഇപ്പൊ TPM സഭയിലെ ഉപദേശിമാരും സിസ്റ്റർമാരും ഇല്ലേ? അപ്പൊ അത് തികച്ചും തെറ്റാണ്. കല്യാണം കഴിക്കുന്നത് തന്നെയാണ് നല്ലത്. ഈ നമ്മുടെ ജീവിതത്തിനൊരു ലക്ഷ്യവും അർത്ഥവും ഒക്കെ ഉണ്ടാകുന്ന, എനിക്ക് കത്തോലിക്ക പുരോഹിതന്മാരെ കൂടുതൽ പേരെ അറിയാം. 45 വർഷം പുരോഹിതനായിരുന്ന ഒരു വ്യക്തിയെ ആയിട്ട് വളരെ അടുത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. പുള്ളിയോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഈ ഏകാന്തത ഭയങ്കര ഇതാണ്, കുത്തിമുറിവേൽപ്പിക്കുന്ന അനുഭവം, വളരെ കഷ്ടപ്പാടാണ്. അപ്പൊ ഒരു കുടുംബജീവിതമൊക്കെ ഉള്ളത് തന്നെ നല്ല. അത് തന്നെയല്ല ഈ 15 വയസ്സിൽ എട്ടും പൊട്ടും തിരിയാത്ത പിള്ളേരെ, ഒരു ഇമ്പൾസ് കൺട്രോൾ പോലും വരാത്ത കൊച്ചു പിള്ളേരെയൊക്കെയാണ് ബ്രെയിൻ വാഷ് ചെയ്ത് ഈ സന്യാസവ്രതം. അപ്പൊ ഈ സന്യാസവ്രതം അവരൊരു ആവേശത്തെ തീരുമാനിക്കും. പിന്നെ തിരിച്ചു പോകരുത്, കലപ്പയ്ക്ക് കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കരുത്, വലിയ ശാപം കിട്ടും, കുടുംബത്തിന്റെ ശാപം, സഭയുടെ ശാപം. ഈ പ്രഷർ കൊണ്ട് ഇവരിങ്ങനെ നിന്ന് പോകുന്ന, മനസ്സിലായോ? അപ്പൊ അതൊരു വലിയ ചതിയാണ്. ഇപ്പൊ ആ കെണിയിൽ നിന്ന് ഒത്തിരി പേര് ഇപ്പൊ എന്തുവേണ്ടി ദൈവ വിളി ക്യാമ്പിലൊന്നും ആരുമില്ല. കന്യാസ്ത്രീ ആനൊന്നും ഇപ്പൊ കേരളത്തിൽ പെൺകുട്ടികളെ കിട്ടുന്നില്ല. ഇപ്പൊ കേരളത്തിലെ കന്യാസ്ത്രീ മഠങ്ങളിലൊക്കെ ഫില്ല് ചെയ്യുന്നത് നോർത്ത് ഈസ്റ്റിൽ നിന്നൊക്കെ മനുഷ്യക്കടത്ത് നടത്തിയിട്ട് അവിടെ നിന്നൊക്കെ പെൺപിള്ളേരെ ഇവിടെ കൊണ്ട് പാർപ്പിക്കുകയും, മലയാളി പെൺകുട്ടികളൊന്നും ഇപ്പൊ അതിന് പോകുന്നില്ല. ഇപ്പൊ മാതാപിതാക്കൾ സ്വന്തം പെൺകുട്ടികളെ ഒരു മഹത്വവൽക്കരിക്കപ്പെട്ട വേശ്യാവൃത്തിക്ക് വേണ്ടിയൊന്നും അയക്കുന്നില്ല. റാണി മരിയെ ബലാത്സംഗം ചെയ്ത പ്രതി കത്തോലിക്ക സഭയില് വൈദികനായി ചേർന്ന് അറിഞ്ഞോ? നോർത്ത് ഇന്ത്യയില്. കാരണം അവന് നോക്കിക്കഴിഞ്ഞപ്പം ഇതിനകത്തോട്ട് ചേരുന്ന കൂടുതൽ നല്ലത്. കാരണം പുറത്തുനിന്ന് ഒരു കന്യാസ്ത്രീയല്ലേ ബലാത്സംഗം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല. അത് പുറത്ത് അവർ പെയിന്റ് അടിച്ചിറക്കുന്ന പാഷ പോലെയുള്ള പാവങ്ങളുടെ കണ്ണി പൊടിയിടുന്നതാണ്. അത് നമ്മളിപ്പോ കണ്ടില്ലേ, ക്രിസ്ത്യാനികൾക്ക് ഒരു പ്രയോജനം വരുന്ന കാര്യം വന്നപ്പോൾ അവരതിനെ എതിർത്തില്ലേ? തെമ്മാടിത്തരമല്ലേ അവർ കാണിച്ച്. ഇവർക്ക് എന്താണ് കാര്യം? കേരളത്തിൽ എത്ര ക്രിസ്ത്യൻ വിഭാഗങ്ങളുണ്ട്? ഓർത്തഡോക്സ് സഭയുണ്ട്, യാക്കോബായ സഭയുണ്ട്, മാർത്തോമ സഭയുണ്ട്, CSI സഭയുണ്ട്, പെന്തക്കോസ് വിഭാഗങ്ങളുണ്ട്, ബ്രദറൻകാർ, പിന്നെ അവർ എണ്ണം തീർന്നു പോയി. അപ്പൊ അങ്ങനെ എത്ര വിഭാഗങ്ങളുണ്ട്? അവിടെ എല്ലാം സൺഡേ സ്കൂൾ അധ്യാപകരുണ്ട്. ഇവരെ എല്ലാം ബാധിക്കുന്ന ഒരു കാര്യത്തിൽ കത്തോലിക്കർ കയറി വേണ്ടെന്ന് പറയുന്ന കാര്യം എന്താ? അല്ല, ഇത് ഇവർക്ക് ഈ ആനുകൂല്യം ലഭിച്ചാൽ അതുകൊണ്ട് ലഭിക്കുന്നതായിട്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? 10 രൂപ കൈ കിട്ടി കഴിഞ്ഞാൽ സിപ്പപ്പ് മേടിക്കാം, പോപ്കോൺ മേടിക്കാം, അല്ലെങ്കിൽ കടലമിഠായി മേടിക്കാം, അല്ലെ അണ്ടിപ്പരിപ്പ് മേടിക്കാം, എന്ത് വേണം മേടിക്കാമല്ലോ. അല്ലെങ്കിൽ കത്തോലിക്കൽ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ കന്യാസ്ത്രീ മഠങ്ങളിൽ പോകുമ്പോൾ കോണ്ടം മേടിക്കാമല്ലോ കാശിന്. ഞാനിത് മോശമൊന്നും അല്ല, ഇത് ഞാൻ പറഞ്ഞത് ഇതാണ് സത്യം. പാസ്റ്റർ ഉദ്ദേശിക്കുന്നതൊന്നും അല്ല പാസ്റ്റർ. കാരണം ഇത് ക്രിസ്ത്യാനികളെ കുതികാൽ വെട്ടി അത്രേ ഉള്ളൂ. അതായത് കുലംകുത്തികളായി തീർന്നു. സർക്കാർ ഒരിക്കലും ഈ ആനയുടെ കരിമ്പ് ഇരിക്കുന്ന പോലെയാ. ആനയുടെ ഇരിക്കുന്ന കരിമ്പ് നമുക്ക് മേടിക്കാൻ പറ്റുമോ? പാസ്റ്റർ ആനയുടെ കരിമ്പ് കൊടുത്തിട്ട് ആ കരിമ്പ് ഇങ്ങോട്ട് വലിച്ചെടുക്കാൻ പറ്റുമോ? അത് പറ്റില്ല. ആനയുടെ ഇരിക്കുന്ന കരിമ്പ് പോലെയാണ് സർക്കാരിന്റെ ഇരിക്കുന്ന പണം. അത് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിനുള്ള ഒരു വഴി വന്നു, നിങ്ങൾക്ക് ഒരു ആനുകൂല്യം തരാം എന്ന് സർക്കാർ പറയുമ്പം അത് മേടിക്കുന്നതിന് പകരം അവിടെ എന്ത് ചെയ്യാണ്? ഇറച്ചി ഉണ്ടാക്കുക. അത് വേണ്ട എന്ന് പറയാം. ചോദിച്ചത് ഈ ആനുകൂല്യം ലഭിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ പാസ്റ്റർ പല സാധനങ്ങൾ മേടിക്കാന്ന് പറഞ്ഞു. എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു, ഈ സേവനമാണെങ്കിൽ പോലും പൈസ കിട്ടുമ്പോൾ നന്നായിട്ട് പഠിപ്പിക്കണമെന്നും കുറച്ച് ആളുകളെ കളക്ട് ചെയ്യുന്നപ്പോൾ അംഗൻവാടിയിലെ പിള്ളേരില്ലാതെ പോകുന്നു.
അപ്പൊ സർക്കാർ പറഞ്ഞു ടീച്ചർ നിലനിൽക്കണമെങ്കിൽ ഇത്ര പിള്ളേർ വേണം. അപ്പൊ ടീച്ചർ തന്നെ ഓരോ വീടാന്തരം കയറി ഇറങ്ങി കൈ കൂപ്പി ഒരു കൊച്ചിനെ താ എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞ പോലെ സൺഡേ സ്കൂൾ അധ്യാപകർക്ക് അങ്ങനെയുള്ള പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് അതാ ഞാൻ ചോദിച്ചത്. അതുകൊണ്ട് എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞു സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്നൊരു പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഒന്നും ഇല്ലാതെ എന്തെങ്കിലും ഉള്ളതല്ലേ. സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. ഒന്നും കിട്ടുന്നില്ലല്ലോ ഇപ്പൊ സൺഡേ സ്കൂൾ അധ്യാപകർക്ക്. ഈ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന വീട്ടിൽ നിന്ന് ഇപ്പം ബൈക്കല്ല നടന്നു പോകുന്നവർക്ക് ഇപ്പൊ കുറവാണ്. ബൈക്കേ പോയി സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നതിന് പോയി തിരിച്ചു പോയി അവൻ 1 ലിറ്റർ പെട്രോൾ അടിക്കാനുള്ള കാശ് കിട്ടുമല്ലോ. ഇത് സേവനമാണ്, അവൻ കയ്യിൽ നിന്ന് ചെലവഴിച്ചോളും എന്ന് ഈ പറയാൻ വേണ്ടി ഇവർക്കെന്താ കാര്യം? പക്ഷേ അതിൻ്റെ അകത്തൊരു പ്രശ്നം വരുന്നത് ഞാൻ ചോദിക്കട്ടെ, ഈ മതപഠനത്തിന് വേണ്ടിയല്ലേ ഈ പൈസ സർക്കാർ കൊടുക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇത് ഹിന്ദു സമൂഹം ആവശ്യപ്പെടുകയല്ലേ, മറ്റുള്ള സമൂഹങ്ങൾ ആവശ്യപ്പെടുകയല്ലേ, അവർക്കും കൊടുക്കേണ്ടി വരില്ലേ? മുസ്ലിങ്ങൾക്ക് ഓൾറെഡി കൊടുക്കുന്നുണ്ടെന്ന്. അത് തെറ്റാണ്. അത് ശരിയായ ഒരു നടപടി ആയിരുന്നില്ലല്ലോ. അത് തെറ്റല്ല, അത് ശരിയാണ്. ഇപ്പൊ മുസ്ലിങ്ങളുടെ ഇടയിൽ പല കാര്യങ്ങളിലും മെച്ചമുണ്ട്. മുസ്ലിങ്ങളുടെ ഇടയിൽ മതപരമായ വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് അവർക്ക് വ്യക്തി ശുചിത്വം കൂടുതലാണ്. നിങ്ങളൊരു മുസ്ലിമിനെ നോക്ക്, മുസ്ലിമിനുള്ള പേഴ്സണൽ ഹൈജീനിക്കായിട്ട് പിന്നെ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ഇല്ല. കാരണം അവന്റെ മദ്രസയിൽ നഖം വെട്ടുന്നത്, നഖത്തിനിടെ ചെളി ഇല്ലാതിരിക്കുന്നത്, പല്ല് തേക്കുന്നത് എന്ന് പറഞ്ഞാൽ ചെറുപ്പം തൊട്ട് തന്നെ വ്യക്തി ശുചിത്വം, കൃത്യനിഷ്ഠ ഇതൊക്കെ അവരെ പഠിപ്പിക്കുന്നുണ്ട്. 5 നേരം നിസ്കരിക്കുക. അപ്പൊ അവന്റെ ജീവിതത്തിന് ഒരു ഓർഡർ വരുന്നുണ്ട്, ദൈവഭക്തി വരുന്നുണ്ട്, നിശ്ചയദാർഢ്യം വരുന്നുണ്ട്, ഐക്യം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ പല ഗുണങ്ങളും ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ സാൻമാർഗിക പാഠം, ഇപ്പൊ ക്രിസ്ത്യൻ സൺഡേ സ്കൂളുകളിൽ സാൻമാർഗിക പാഠം പഠിപ്പിക്കുന്നു, ധാർമ്മിക പ്രബോധനം കൊടുക്കുന്നു. ഇവര് ബെറ്റർ സിറ്റിസൺസ് ആകാണ്. അപ്പൊ ഇത് സർക്കാർ ഇത് നടത്താൻ പറ്റുമോ? സർക്കാരിന് ഇതെല്ലാം പഠിപ്പിക്കാൻ പറ്റുമോ? അപ്പൊ മതങ്ങൾ കൂടെ ചേർന്നിട്ടാണ് സൊസൈറ്റിയെ രൂപീകരിക്കുന്നത്. അപ്പൊ മതപഠനങ്ങൾ കൊണ്ട് സമൂഹ പുനർനിർമ്മാണത്തിലും സമൂഹ നിർമ്മാണത്തിലും വലിയൊരു സംഭാവന മതങ്ങളുടേതായിട്ടുണ്ട്. ഇപ്പൊ ക്രിസ്ത്യൻ സൺഡേ സ്കൂളുകൾ കൂടുതൽ ഫലപ്രദമാകാമെങ്കിൽ ഈ നമ്മുടെ മയക്കുമരുന്ന് വ്യാപനം അല്ലെങ്കിൽ മറ്റു തിന്മകള് ഇതിനെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യുന്ന ഘടകങ്ങളായിട്ട് ഇവർക്ക് പ്രവർത്തിക്കാൻ. ഒരു നല്ല ക്രിസ്ത്യാനി ഒരു സ്ഥാപനത്തിലുണ്ടെ തന്നെ അവിടെ കൈക്കൂലി, എത്രയോ സ്ഥാപനങ്ങളിൽ നല്ല ക്രിസ്ത്യാനികളുണ്ട് കൈക്കൂലി ഇല്ല വന്നിട്ടുണ്ടെന്നറിയോ? നല്ലൊരു മുസ്ലിം ആയിട്ടൊരു വ്യക്തി ഉണ്ടെങ്കിൽ അവിടെ പലപ്പോഴും അവിടെ നീതിയും ന്യായത്തിന് വേണ്ടിയൊക്കെ അവർ നിൽക്കും, അവർ ശബ്ദിക്കും. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. കാരണം ഈ മതപഠനം കൂടുമ്പം ഈ കഞ്ചാവ് അതുപോലുള്ള സാധനങ്ങളൊക്കെ പാസ്റ്റർ പറഞ്ഞതിൽ ഞാൻ നേരെ ഓപ്പോസിറ്റാ. ഈ പറയപ്പെട്ട വിഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഈ കഞ്ചാവും ലഹരിയും മറ്റു കാര്യങ്ങളും തീവ്രവാദവും പ്രവർത്തനങ്ങളും ഒക്കെ. നമുക്കത് പബ്ലിക്കായിട്ട് പറയാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം പലപ്പോഴും മയക്കുമരുന്ന് പ്രതികൾ കേസ് വരുമ്പോൾ പ്രതികളായിട്ടൊക്കെ മുസ്ലിങ്ങളാണ് വരുന്നത്. മനസ്സിലായി, അവര് മതപഠനം നടത്തിയവരോ അല്ലെങ്കിൽ അവർ ദൈവവിശ്വാസികളായ മുസ്ലിങ്ങളോ അല്ലായിരിക്കും. അതിനെ മുസ്ലിങ്ങൾ ഈമാനുള്ള മുസ്ലിങ്ങൾ എന്ന് പറയും. ശരിയായ മുസ്ലിങ്ങൾ എന്തുമാത്രം ഉണ്ട് ജീവിതത്തിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു സമൂഹത്തിന് കൊള്ളാവുന്നതായിട്ട് ജീവിക്കുന്നത്? വഷളായ ക്രിസ്ത്യാനികളില്ലേ, തെമ്മാടികൾ. ഒരു കാരണവർ കൊലക്കേസിലെ പ്രതി ഷെറി പെന്തക്കോസുകാരിയല്ല. അപ്പൊ അവള് പെന്തക്കോസ് ഇരുന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചല്ല, അവൾ വേറെ എന്തൊക്കെയാ പ്രാപിച്ചത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പെന്തക്കോസുകാർ മുഴുവൻ മോശം പറയാൻ പറ്റുമോ? അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഗവൺമെന്റ് ഈ സാൻമാർഗിക പഠനത്തിന് പ്രാധാന്യം കൊടുക്കുന്നു, ധാർമ്മിക പ്രബോധനത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. അപ്പൊ ഈ ധാർമ്മിക പ്രബോധനവും സാൻമാർഗിക പഠനവും ഒക്കെയുള്ള ആളുകൾ ഉത്തമ പൗരന്മാരായി തീരും, സൊസൈറ്റിക്ക് ബെറ്റർ ആയിരിക്കും. ഇപ്പൊ തന്നെ പെന്തക്കോസുകാരുടെ മദ്യം മയക്കുമരുന്നിനെതിരായിട്ട് പ്രചരണ ജാഥ നടത്തുന്നില്ലേ? മദ്യം മയക്കുമരുന്നിനെതിരെ ബോധവൽക്കരണം എന്തിനാ നടത്തുന്നത്? സർക്കാർ എന്തിനാ അതിന് അനുവാദം കൊടുക്കുന്നത്? അപ്പൊ പോലീസുകാരെ മൈക്ക് സാങ്ഷൻ കൊടുക്കുക. അത് മദ്യത്തിന് മയക്കുമരുന്നിന് ഇടയ്ക്ക് മതപ്രചരണം നടത്താൻ ഇവർ പോകുന്നത്. എങ്കിലും മദ്യത്തിനും മയക്കുമരുന്നിനും എതിരായിട്ട് ബോധവൽക്കരണം എന്ന് പറയുമ്പോൾ അത് ഇപ്പം ഒരു ക്രൈം ഒരിടത്തുണ്ടായി കഴിഞ്ഞാൽ ഗവൺമെന്റിന് എത്ര ലക്ഷം രൂപ ചെലവുണ്ടെന്നറിയോ? അതിന്റെ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് മഹസർ തയ്യാറാക്കണം, പിന്നെ കോടതി ചെലവുകൾ, പിന്നെ അവർ ജയിലിൽ ശിക്ഷിച്ചാൽ അവന് ജയിലിൽ കൊടുക്കേണ്ട തീറ്റി പോറ്റേണ്ട ചെലവ്. അപ്പൊ എത്ര ലക്ഷം രൂപ, ഒരു ക്രൈം എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യതയാണ് ഗവൺമെന്റിന്. അപ്പൊ ഈ മതപഠനങ്ങൾ കൊണ്ട് 10 ക്രൈം ഒഴിവാക്കി കഴിഞ്ഞാൽ ആ 10 ക്രൈം ഒഴിവാകുന്നത് കൊണ്ട് സേവ് ചെയ്യുന്ന പണത്തിന്റെ ഒരംശം കൊടുത്താൽ മതി ഈ മതപഠന അധ്യാപകർക്ക്. അതുകൊണ്ട് സൺഡേ സ്കൂൾ അധ്യാപകർക്ക് പൈസ കൊടുക്കുന്നതുകൊണ്ട് സർക്കാരിന് നഷ്ടമൊന്നുമില്ല. അത് ഒരു ബെറ്റർ സൊസൈറ്റി ഉണ്ടാകാൻ വേണ്ടി നല്ലതാണെന്നുള്ള എന്റെ അഭിപ്രായം. പാസ്റ്റർ ഇതൊന്നും സംഭവിക്കാറ്. അപ്പൊ പാസ്റ്ററുടെ പ്രബോധനം കൊണ്ടൊന്നും ആളുകൾക്ക് ഒരു മാറ്റം ഇല്ലെന്നാണോ പാസ്റ്റർ പറയുന്നത്? ഞാനിത് ചോദിക്കുകയല്ലേ ചെയ്യുന്നത്. ഇത് ചോദിക്കുമ്പോൾ ചില ആശയങ്ങൾ പുറത്തേക്ക് വരും. പക്ഷെ പാസ്റ്റർ പറഞ്ഞ ആ ആശയം ഇപ്പൊ മദ്രസകളിൽ പൈസ കൊടുത്തിട്ട് അവരെ ഈ 1947 മുതൽ ഈ 2025 വരെ പഠിപ്പിച്ചിട്ട് മാറ്റം വന്നു എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ശരിയാണ്. അവരിൽ എഴുത്തും വായനയും വിദ്യാഭ്യാസത്തിലേക്ക് ആളിരുന്നു. ഇപ്പൊ ഈ മദ്രസ ബോർഡിലേക്കുള്ള പണം ഇവിടെ നിർത്തലാക്കി. അപ്പം ഇവിടുത്തെ ഉത്തർപ്രദേശിലെ മദ്രസ ബോർഡിന്റെ ചെയർമാൻ, ഇവിടെ പുള്ളിക്ക് സ്വന്തമായിട്ടൊരു സ്കൂളുണ്ട്. ഞങ്ങളുടെ സ്കൂൾ അസോസിയേഷന്റെ ഒരു മെമ്പറാണ് പുള്ളിയൊക്കെ ഇവിടുത്തെ ക്യാബിനറ്റ് റാങ്കാണ്. 2 വണ്ടി പോലീസ് മുമ്പിലും 2 വണ്ടി പുറകിലും. എനിക്ക് വളരെ അടുത്ത പരിചയമുള്ളതും ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ചായ കുടിക്കുകയും ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. വലിയ സ്നേഹം എന്നോട്. പക്ഷെ ഇവിടെ ഇത് നിർത്തലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവർ വെക്കുന്ന ഒരു കാര്യമുണ്ട്, മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ചെറുപ്പക്കാർ എന്ന് പറയുന്നത് അവരുടെ വിദ്യാഭ്യാസം കൂടെ അവർക്കില്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത് എന്നൊരു ഒരു ആശങ്കയുണ്ട്. അപ്പോൾ ഈ മദ്രസ പഠനം കൊണ്ട് എഴുത്തും വായനയും വിദ്യാഭ്യാസവും അത്യാവശ്യം കാര്യങ്ങൾ ഇവർ പഠിക്കുന്നു.
ആ പഠിക്കുന്നതുകൊണ്ട് പാസ്റ്റർ ഇപ്പൊ പറഞ്ഞതുപോലെ പല കാര്യങ്ങളിൽ നിന്നും അവർക്ക് ജീവിതത്തിൽ ഉന്നതിയിലേക്ക് വരാൻ കഴിയുന്നുണ്ട് എന്നുള്ളൊരു നിഗമനമാണ് പല സ്റ്റേറ്റുകളും അവർക്കുള്ള പണം തടയണ്ട എന്ന് ചിന്തിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം. ഇതൊരു കാര്യം പറഞ്ഞത് കറക്റ്റാണ്, അതിനകത്ത് സംശയമൊന്നുമില്ല. പക്ഷേ മറ്റൊരു കാര്യം ഉണ്ട്, ലൈവി പറയാൻ പറ്റിയില്ല. അപ്പൊ പാസ്റ്റർ പറയുന്നത് ഇതുകൊണ്ട് ക്രൈം കുറയും, പിന്നെ സമൂഹത്തിൽ ആളുകൾ ബോധവാന്മാരാകും. പക്ഷെ എന്റെ അടുത്തൊരു ചോദ്യം, അങ്ങനെയെങ്കിൽ ഹിന്ദുക്കൾക്കും കൊടുക്കണ്ടേ? അല്ല, എന്റെ ഹിന്ദുക്കൾക്ക് അങ്ങനെ സംഘടിതമായ ഒരു ബാലവിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടെങ്കിൽ അവർക്കും കൊടുക്കും. അത് അവർ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ. ഇപ്പൊ SNDP ഒരു പക്ഷേ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും, അവർ നല്ലൊരു സംഘടനയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പൊ SNDP അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ അവർ മുന്നോട്ട് വരട്ടെ, അവരും കൊടുക്കുമായിരിക്കും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, വിയോജിപ്പോടെ പറയുകയാണ്, ഈ സാജ് പാസ്റ്റർ പറഞ്ഞതൊക്കെ ഒരു തെറ്റായ കണ്ണുകളിലൂടെ കാണുന്നതുകൊണ്ടാണ്. ഇസ്ലാം മതത്തിൻ്റെതായ ആധ്യാത്മികതയിൽ ശരിയായി പഠിച്ചു പോകുന്ന ആളുകൾ നല്ല ബെറ്റർ പൗരന്മാർ തന്നെയാണ്. അതിനകത്ത് തീവ്രവാദ സ്വഭാവമുള്ള ആളുകളുണ്ട്, തീവ്രവാദത്തെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാതെ അതിനകത്ത് എത്രയോ നീതിനിഷ്ഠമായ കാര്യങ്ങളും ഉപദേശങ്ങളും ഉണ്ട്. അത് പഠിക്കുകയും അങ്ങനെ പ്രാർത്ഥിക്കുകയും അങ്ങനെ ജീവിക്കുകയും ചെയ്യുന്ന ഒരുപാട് മുസ്ലിങ്ങളുണ്ട്, വളരെ നല്ല പൗരന്മാരായിട്ട് ഉണ്ട്. അത് ഞാൻ വീണ്ടും ബ്രാക്കറ്റിലിട്ട് പറയാനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിനെ മൊത്തത്തിൽ മുസ്ലിങ്ങളെല്ലാം അങ്ങ് മോശമാണ്, അങ്ങനെയൊന്നുമല്ല. മുസ്ലിങ്ങളെല്ലാം അങ്ങനെ മോശമൊന്നുമല്ല. ദൈവഭയമുള്ളവരും മനുഷ്യ സ്നേഹമുള്ളവരും ഈ നന്നായി ജീവിക്കണം എന്ന് ആഗ്രഹമുള്ളവരായ മുസ്ലിങ്ങളുണ്ട്. അത് ആ മതപഠനം കൊണ്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ നമ്മുടെ ബൈബിൾ തന്നെ എത്ര രീതി പഠിക്കാം. മറ്റുള്ളവരെ വെറുക്കാൻ പഠിക്കാം ബൈബിളിൽ നിന്ന്, മറ്റുള്ളവരെ സ്നേഹിക്കാനും പഠിക്കാം. ഇപ്പൊ പെന്തക്കോസ്ത് വിഭാഗങ്ങളിൽ എത്രയോ ആളുകൾ മറ്റാളുകളോട് കഠിനമായ വെറുപ്പുള്ളവരുണ്ട്. എല്ലാവരും ഉൾക്കൊള്ളുകയും സ്നേഹിക്കുകയും ചെയ്യണമെന്നാണ് ബൈബിളിന്റെ സന്ദേശം. പക്ഷെ അല്ലാത്ത വാക്യങ്ങളും ബൈബിളിലുണ്ട്, അത് വെച്ചിട്ട് തെറ്റായി പഠിക്കുന്നവരുണ്ട്. ഇപ്പം നല്ല ഹിന്ദുക്കള് ആണെങ്കിൽ എന്താ, ആരെയും ഉപദ്രവിക്കുക. അപ്പൊ തന്നെ തൃശ്ശൂലം വെച്ച് പിന്നെ കുത്തിക്കൊല്ലുന്ന എത്രയോ ഹിന്ദുക്കളുണ്ട്. മതഭ്രാന്ത് മൂലം പശുവിറച്ചി വച്ചെന്ന് പറഞ്ഞ് തല്ലിക്കൊന്ന എത്ര പേരുണ്ട്. അപ്പൊ ഹിന്ദുക്കളെ അങ്ങനെ മുഴുവനായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. അപ്പം ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും അതാത് മതങ്ങളിലെ ധാർമ്മികമായ സാൻമാർഗികമായ പ്രബോധനങ്ങളുണ്ട്. ഹിന്ദു മതത്തിൽ സാൻമാർഗിക പ്രബോധനങ്ങളുണ്ട്, ധാർമ്മിക പ്രബോധനങ്ങളുണ്ട്. അപ്പൊ ആ സാൻമാർഗിക പ്രബോധനങ്ങളും ധാർമ്മിക പ്രബോധനങ്ങളുമാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ മറ്റ് എക്സ്ക്ലൂസിവിറ്റിയോ എക്സ്ട്രീമിസോ ഒന്നും അല്ല ഞാൻ പറഞ്ഞത്. അതൊക്കെ ഇപ്പൊ ശശികലയുടെ പ്രസംഗം 10 ദിവസം അടുപ്പിച്ച് കേട്ട് കഴിഞ്ഞാൽ ഒരു ഹിന്ദു എന്ത് ചെയ്യും, അപ്പുറത്തുള്ളവനെ ചിലപ്പോൾ വെട്ടിയെന്നിരിക്കും. അത് കാര്യമില്ല. ഞാൻ അതിന്റെ മോറൽ ക്ലാസ്സസ് ഉണ്ടല്ലോ, അതുപോലെ തന്നെ സാൻമാർഗിക ക്ലാസ്സുകൾ, അതേപറ്റി പറഞ്ഞു. അവസാനമായിട്ട് ഒരു ചോദ്യം കൂടെ, ഈ സൺഡേ സ്കൂൾ അധ്യാപകർക്കുള്ള ക്ഷേമനിധി നടപ്പിലാക്കിയാൽ അതിന്റെ ഒരു രീതി എങ്ങനെയായിരിക്കും? അത് ഒരു മാനദണ്ഡം ഉണ്ടല്ലോ, ഒരു സഭ അല്ലെങ്കിൽ ഇത്ര കുട്ടികള്, ഏതൊരു മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സർക്കാർ അത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്? അല്ല, അതേപ്പറ്റി നമുക്ക് അറിയത്തില്ല. നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ഈ ഒരു നിയമം അല്ല നിർദ്ദേശം എന്നാൽ നടപ്പിലാക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഈ ഫസ്റ്റ് സ്റ്റെപ്പ് വന്നു കഴിയുമ്പോഴേക്കും അതിന്റെ ചർച്ചകളും അല്ലെങ്കിൽ അതിന്റെ പരാതി സ്വീകരണങ്ങളും അത് ഞാനൊരു പൂർണ്ണ രൂപമൊക്കെ വരത്തുള്ളൂ. ഇപ്പൊ ഇതിന്റെ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ മുളയിലെ നുള്ളുക എന്ന് പറഞ്ഞ പോലെ ഗവൺമെന്റ് അതിലേക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ചപ്പോൾ തന്നെ അത് വേണ്ട എന്ന് ഇവിടെ കത്തോലിക്കരുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കില്ല. അപ്പൊ അതിന് ഇതര ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്ന് അതിനെ അപലപിച്ചിട്ടുമില്ല. ഗവൺമെന്റിന്റെ ഈ നീക്കത്തെ സ്വാഗതം ചെയ്തിട്ടില്ല. എന്നെ അതിശയപ്പെടുന്ന ബന്ധക്കോസുകാർ പോലും എന്ത് ചെയ്തിട്ടില്ല, ഇത് സ്വാഗതം ചെയ്യുന്നില്ല. അപ്പൊ കത്തോലിക്കർ വേണ്ടാന്ന് പറഞ്ഞു, വലിയേട്ടം കളിച്ച് അവർ ചാടി വേണ്ടാന്ന് പറഞ്ഞു, അതില്ലാതായി പോവും. അതുകൊണ്ട് അത് വേണമെന്നുള്ളവര് അതിനുവേണ്ടി ശബ്ദം ഉയർത്തുക, അത് മേടിച്ചെടുക്കുക. ഗവൺമെന്റിൽ നിന്ന് ഒരു ആനുകൂല്യം ക്രിസ്ത്യാനികൾക്ക് കിട്ടുന്നതാണ്, അതില്ലാതെയാക്കാൻ. അതിനകത്ത് ഉപദേശ വ്യത്യാസങ്ങളോ മറ്റ് പഠന പിണക്കങ്ങളോ അതിനകത്തൊന്നും ഒരു അർത്ഥമില്ല. അപ്പൊ ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഈ സഭാ വിഭാഗങ്ങളിൽ പലതിനോട് എനിക്ക് വിയോജിപ്പുണ്ടായിരിക്കും. പക്ഷെ ഗവൺമെന്റ് ക്രൈസ്തവർക്ക് ഒരു ആനുകൂല്യം കൊടുക്കാന്ന് പറയുമ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞത് ശുദ്ധ തെമ്മാടിത്തരമാണെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളൂ. മനസ്സിലായി, അതാണ് എന്റെ ഒരു അഭിപ്രായം. എന്തായാലും ഈ വിഷയത്തെക്കുറിച്ച് ഇത്ര ശക്തമായി പ്രതികരിച്ചതിനുള്ള വളരെയധികം നന്ദി അറിയിക്കുന്ന. 1 മണിക്കൂർ 15 മിനിറ്റ് കടന്നുപോയി. അപ്പോൾ കത്തോലിക്ക സഭ ഇതിനെ എതിർക്കുമ്പോൾ മറ്റ് ഇതര സഭകൾ ഇതിനെ അനുകൂലിക്കണം എന്നുള്ളതാണ് പാസ്റ്റർ ഷിബു പീഡിയക്കലിന്റെ ഒരു അഭിപ്രായം. ഷിബു പീഡിയക്കൽ പാസ്റ്റർ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭ ഉൾപ്പെടെ ഉള്ളവർ ഇതിന് പ്രതികരണം ഒന്നും നടത്തിയിട്ടില്ല എന്നുള്ളതും ഖേദകരമാണ്. പെന്തക്കോസ്റ്റൽ സമൂഹത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നത് മുഖ്യധാര പെന്തക്കോസുകാർക്ക് രംഗത്ത് വരുമെന്ന് അറിയില്ല. എങ്കിലും ഞങ്ങൾ സ്വതന്ത്ര പെന്തക്കോസുകാരുടെ കുറെ കൂട്ടായ്മയും സംഘമൊക്കെ അണ്ണാൻ കുഞ്ഞിനും തന്നാലായതെന്ന് പറഞ്ഞ പോലെ ഒരു പ്രഖ്യാപനമൊക്കെ നടത്തുന്നുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ വിഷയത്തെക്കുറിച്ച് ഇത്രയും സമയം പ്രതികരിച്ചതിന് പാസ്റ്റർ ഷിബു പീഡിയക്കലിനുള്ള നന്ദി അറിയിക്കുന്നു. അടുത്ത ഒരു ചർച്ചയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി എന്തെങ്കിലും അവസാനമായിട്ട് 2 വാക്ക് പറയാനുണ്ടെങ്കിൽ പറഞ്ഞു നിർത്താം. അവസാനമായിട്ട് പറയാൻ ഇത്രയേ ഉള്ളൂ. പറയാൻ വന്ന ആശയങ്ങൾ പൂർണ്ണമായി പറയാൻ പറ്റിയോ എന്നുള്ളത് എനിക്കൊരു ചോദ്യം കൂടെ ബാക്കിയുണ്ട്. അല്ല, പറയാൻ വന്ന ആശയങ്ങൾ ഇതാണ്. ഈ ക്രൈസ്തവർക്ക് ഒരു ആനുകൂല്യം കൊടുക്കാമെന്ന് പറയുമ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അല്ലെ അതിശയിപ്പിച്ചുകൊണ്ട് കത്തോലിക്ക സഭ പറയാണ് അത് വേണ്ട എന്ന് പറയുന്നതിന്റെ ഒരു കാരണം ഞാൻ പറഞ്ഞത്, ഈ അൽമായർക്ക് കത്തോലിക്ക സഭയിൽ ഒരു വിലയില്ല.
അപ്പൊ കത്തോലിക്ക സഭയുടെ ഒരു ഔദ്യോഗിക ക്ലാസ്, അധ്യാപകർ എന്നൊരു ക്ലാസ്സിൽ അവർ ലിസ്റ്റ് ചെയ്യപ്പെടുന്നതും ഗവൺമെന്റിന് ആനുകൂല്യം മേടിക്കുന്നതും ദൂരവ്യാപകമായിട്ട് സഭയ്ക്ക് ദോഷം ചെയ്യുമെന്ന് ഇവരുടെ കണ്ണുകൾ കണ്ടുപിടിച്ചു. അതൊരു കാരണം സർക്കാരിൽ നിന്ന് ഈ പണം ഇങ്ങോട്ട് വരുന്നു, കുറച്ച് നാൾ ഈ സപ്പോർട്ട് കിട്ടിക്കഴിയുമ്പോൾ സർക്കാർ ഇവരുടെ അക്കൗണ്ട്സ് ചോദിച്ചാൽ എന്ത് ചെയ്യും? ഇവര് വളരെ രഹസ്യമായിട്ടും കൃത്രിമം പല ഒരു പള്ളിയിലും കണക്കില്ല, കത്തോലിക്ക പള്ളികളിലൊക്കെ ഈ വൈദികര് കൈയടക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ അതിന് സുതാര്യമായ ഒരു കണക്ക് സമർപ്പിക്കലിലേക്കൊക്കെ വരുമോ? ഈ ഗവൺമെന്റിൽ നിന്ന് ഒരു ആനുകൂല്യം മേടിച്ചു കഴിഞ്ഞാൽ നാളെ തിരിച്ചൊരു ചോദ്യം വരുമോ, ഒരു അക്കൗണ്ടബിലിറ്റി വരുമോ എന്നുള്ളൊരു ഇഷ്യൂ ഇവരെ പേടിപ്പിക്കുന്നുണ്ട്. അപ്പൊ രണ്ട് കാരണങ്ങളാലാണ് ഇവര് മുൻകൂട്ടി എറിഞ്ഞത്. അപ്പം അത് നഷ്ടപ്പെടാനൊന്നും ഇല്ലാത്ത പെന്തക്കോസുകാർക്കൊന്നുമില്ല, വല്ലതും കിട്ടുന്നത് മേടിച്ചെടുക്കുക. കത്തോലിക്കരെ സംബന്ധിച്ച് ഒളിക്കാനും മറയ്ക്കാനും ഒക്കെ ഒത്തിരി ഉണ്ട്. അതുകൊണ്ടാണ് അവർ വേണ്ട ഇങ്ങോട്ടൊന്നും കൊണ്ടുവരണ്ട, കാരണം ഇത് ഇന്നിപ്പോ 2 പ്രാവശ്യം ഇങ്ങോട്ട് വന്നു, അത് കഴിയുമ്പോഴേക്കും നമുക്ക് മൊത്തം അക്കൗണ്ടൊക്കെ ഒന്ന് നോക്കിയേക്കാം എന്ന് പറഞ്ഞാൽ കുഴഞ്ഞില്ലേ? ആ ഒരു കാര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്രൈസ്തവ സഭകൾ ഉണരുക. മറ്റ് സഭകൾ ആരും പ്രതികരിച്ചിട്ടില്ല. നിങ്ങൾക്കും കത്തോലിക്ക സഭയുടെ അഭിപ്രായം തന്നെയാണോ ഈ പാവപ്പെട്ട സൺഡേ സ്കൂൾ അധ്യാപകരെ ഗവൺമെന്റ് പരിഗണിച്ചപ്പോ നിങ്ങൾ എന്തിനാണ് അതിനെ സ്വാഗതം ചെയ്യാത്തത് എന്ന് മാത്രം ചോദിക്കുന്നു. അപ്പൊ ഇതൊരു ചോദ്യത്തിൽ നമുക്ക് നിർത്താം. മറ്റ് സഭകൾ അല്ലെങ്കിൽ അതിന്റെ പ്രതിനിധികൾ ഇതിനോട് പ്രതികരിക്കട്ടെ.